എല്ലാവർക്കും നമസ്തേ. അഖില കേരള തന്ത്രി സമാജം ഉത്തരമേഖലാ ഘടകം താന്ത്രിക വൈദിക പഠന ഗവേഷണ കേന്ദ്രം ചേർന്ന് സംയുക്തമായി നടത്തുന്ന വൈശാഖ മഹാചരണത്തിന്റെ 9ാം ദിനമായ ഇന്ന് നമ്മോടൊപ്പം ദേവി ഭാഗവതം പാരായണം ചെയ്ത് അർത്ഥം പറയുന്നതിനായി എത്തിയിരിക്കുന്നത് ശ്രീമതി ഡോക്ടർ ഉമാ വയപ്രം അവറുകളാണ്. ഡോക്ടർ ഉമാ വയപ്രം കോഴിക്കോട് ജില്ലയിൽ പെരുമണ്ണയ്ക്കടുത്ത് താമസിക്കുന്നു. കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും സംസ്കൃതത്തിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട്. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ തിരുവാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ സംസ്കൃത അധ്യാപികയായി പ്രവർത്തിക്കുന്നു. ആദ്യം നമുക്ക് പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രഭാഷണത്തിലേക്ക് പോവാം. പ്രാർത്ഥനയ്ക്കായി കുമാരി സംയുക്ത വസുദേവനെ സാദരം ക്ഷണിച്ചുകൊള്ളും. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. നന്ദി സംയുക്ത. അടുത്തതായി പ്രഭാഷണം. ഇതിനായി ഡോക്ടർ ഉമാ വയപ്രം അവരുകളെ തന്ത്രസമാജത്തിന്റെ പേരിലും താന്ത്രിക വൈദിക പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളും. നമസ്തേ. ഒരു മിനിറ്റ്. മറ്റൊരു മ്യൂട്ടാണ്. ഓക്കെ. നമസ്കാരം. ക്ഷമിക്കണം, അത് പുതിയ ഇതായിരുന്നു, ഗൂഗിൾ മീറ്റിന്റെ പുതിയ വെർഷൻ ആയിരുന്നു. അപ്പൊ എനിക്ക് പെട്ടെന്ന് ക്യാമറ എന്തോ പ്രശ്നമായി. അതുകൊണ്ടാണ് ചെറിയൊരു തടസ്സം വന്നത്. നമുക്ക് തുടങ്ങാം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.
സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ പാരായണം എന്ന് പറഞ്ഞു ആദ്യം. അപ്പോൾ എനിക്ക് ഇതുവരെയുള്ള ദിവസങ്ങളിൽ ഞാൻ പ്രഭാഷണം തുടങ്ങിയതിന് ശേഷമാണ് ഇതിൽ കയറിയിട്ടുള്ളത്. അപ്പൊ ആദ്യം ഒരു അധ്യായം പാരായണം ചെയ്യാറുണ്ടോ? എനിക്കത് അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഒരു അധ്യായം പാരായണം ചെയ്യാം. അങ്ങനെ ചെയ്യാറുണ്ടോ? അങ്ങനെ സ്പെസിഫിക് ആയിട്ടില്ല. നമുക്ക് ആ വരുന്ന ഏതെങ്കിലും 1, 2, 3 ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് പോവാ, അത്ര ഉദ്ദേശം. ഫുള്ള് വായിക്കാൻ പറയുമ്പോഴേക്കും സമയം ഇല്ല, അതുകൊണ്ട്. പാരായണവും പ്രഭാഷണവും എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്കൊരു സംശയമായി. ഇനി ആദ്യം ഒരധ്യായം പാരായണം ചെയ്തിട്ടാണോ തുടങ്ങാറ് എന്നുള്ളത്. ഞാൻ ഇതുവരെ പ്രഭാഷണം തുടങ്ങിയതിന് ശേഷമാണ് കയറിയിട്ടുള്ളത്, അതുകൊണ്ട് അറിയില്ല. അതുകൊണ്ട് ചോദിച്ചതാണ്. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നമുക്ക് തുടങ്ങാം. ഇവിടെ വൈശാഖ മാസം എന്നുള്ളത് നമുക്കറിയാം, നമ്മുടെ ധർമ്മത്തില് ഏറ്റവും മഹത്വമേറിയ ഒരു കാലഘട്ടമാണ്. അതിനെ നമുക്ക് എങ്ങനെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ശുദ്ധികരമാക്കി തീർക്കാം എന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് മുമ്പും വൈശാഖ മാസത്തില് തന്ത്രസമാജത്തിന്റെ നേതൃത്വത്തില് വൈശാഖ മാഹാത്മ്യം കിളിപ്പാട്ടല്ല, വൈശാഖ മാഹാത്മ്യം കിളിപ്പാട്ടാണ് നമുക്ക് കൂടുതൽ പരിചയം. സ്കന്ദപുരാണത്തിലെ വൈശാഖ മാഹാത്മ്യം നമ്മൾ ഒരു മാസം ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഈ വർഷം ദേവി ഭാഗവതമാണ് എടുക്കുന്നത്. വളരെ നല്ല കാര്യമാണ്. കാരണം പുരാണങ്ങളെല്ലാം വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആശയത്തെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. പരോക്ഷവാദോ ഋഷയ എന്ന് പറയും. ഋഷികളെല്ലാം പരോക്ഷവാദം ഇഷ്ടപ്പെടുന്നവരാണ്. അവർക്ക് നേരിട്ട് ഒരു കാര്യം പറയുന്നതിനേക്കാൾ ഇഷ്ടം അത് വളഞ്ഞ വഴിയിലൂടെ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറയുക, വ്യംഗ്യമായിട്ട് പറയുക, അങ്ങനെ ഇഷ്ടപ്പെടുന്നവരാണ് ഋഷികള്. ഭഗവാനും അങ്ങനെ തന്നെ ആ ഒരു വക്രോക്തി, പരോക്ഷവാദം ഇഷ്ടപ്പെടുന്ന ആളാണ് എന്ന് പറയും. പക്ഷെ അത് സാധാരണക്കാരായിട്ടുള്ള വലിയ പാണ്ഡിത്യമൊന്നും ഇല്ലാത്ത സാധാരണ ബുദ്ധികൾക്ക് മനസ്സിലാവണം എന്നില്ല. ചിലപ്പോ നമ്മള് വേദങ്ങളിലെ ചില വാക്കുകളൊക്കെ കേട്ടിട്ട് അർത്ഥം തെറ്റിദ്ധരിച്ചേക്കാം. അപ്പൊ വേദത്തിനെ അങ്ങനെ തെറ്റിദ്ധരിക്കുക എന്നുള്ളതിനെയാണ് വേദം ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്ന് പറയും. അല്പശ്രുതാത് ബിഭ്യതി എന്ന് പറയും. ബിഭേത്യ അല്പശ്രുതാത് വേദോ മാമയം പ്രഹരിഷ്യതി. വേദം തീരെ പഠിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഇത് അവിടുന്നും ഇവിടുന്നും കുറച്ച് പഠിച്ചിട്ട് അതിനെ തെറ്റായി ധരിക്കുമ്പോ അങ്ങനെയുള്ളവരിൽ നിന്നാണ്, അവരെയാണ് വേദത്തിന് പേടിയാണ്. കാരണം മാമയം പ്രഹരിഷ്യതി, ഇയാൾ എന്നെ അടിക്കുമല്ലോ എന്ന് വേദം പേടിക്കുന്നതാണ്. അപ്പൊ ആ അർത്ഥത്തെ തെറ്റിദ്ധരിക്കാൻ ഇടവരും സാധാരണക്കാരായിട്ടുള്ള സാധാരണ ബുദ്ധികളായിട്ടുള്ളവര് അത് പഠിക്കുന്ന സമയത്ത്. അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ വേദത്തിന്റെ സാരാംശത്തെ മനസ്സിലാക്കിക്കാൻ ആണ് വേദവ്യാസ മഹർഷി പുരാണങ്ങളും ഇതിഹാസമായിട്ടുള്ള മഹാഭാരതവും രചിച്ചിട്ടുള്ളത്. അതുപോലെ വാൽമീകി മഹർഷി രാമായണം രചിച്ചത് ഈ വേദത്തിന്റെ ആശയത്തെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ്. അതുകൊണ്ട് തന്നെ പുരാണങ്ങൾക്കും ഇതിഹാസങ്ങൾക്കും വേദത്തിന് തുല്യമായ അതേ സ്ഥാനമുണ്ട്. അപ്പൊ ഇവിടെ ദേവി ഭാഗവതം വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പുരാണമാണ്. നമ്മുടെ സങ്കല്പം അനുസരിച്ചിട്ട് നമുക്ക് ഒരേ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇഷ്ടപ്പെട്ട വഴി തിരഞ്ഞെടുക്കാം. ലക്ഷ്യമാണ് പ്രധാനം, എങ്ങനെ എത്തുന്നു എന്നുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അനേകം ദേവതാ സങ്കല്പങ്ങൾ നമുക്കുണ്ട്. ശ്രീകൃഷ്ണനായിട്ടും
പരമശിവനായിട്ടും ശ്രീരാമനായിട്ടും ഇന്ദ്രനായിട്ടും സൂര്യനായിട്ടും അഗ്നിയായിട്ടും ഇങ്ങനെ അനേകം ദേവതാ സങ്കല്പങ്ങളുണ്ട്. ഇവിടെ ദേവീ ഭാഗവതത്തില് ദേവിയെ പ്രധാന തത്വമായിട്ട് കണ്ട് ദേവീ ഭക്തന്മാർക്കായിട്ട് ദേവിയെ ഉപാസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ടാണ് ഈ ദേവീ ഭാഗവതം രചിക്കപ്പെട്ടിട്ടുള്ളത്. ദേവി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും എല്ലാവർക്കും കൂടുതൽ അടുപ്പം ഉണ്ടാകുന്നതും അമ്മയോടായിരിക്കും. എല്ലാവർക്കും, എല്ലാ ജീവജാലങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. അപ്പൊ നമുക്ക് ഒരു മാതൃഭാവത്തിൽ ഈശ്വരനെ, ആ പരമമായ തത്വത്തെ കാണുന്ന സമയത്ത് കൂടുതൽ അടുപ്പം ഉണ്ടാവുന്നു. നമുക്ക് എന്തും പറയാനുള്ള ഒരു ധൈര്യം, അതിന് ഒരു അവകാശം, നമുക്ക് അമ്മയുടെ അടുത്ത് എന്ത് വേണമെങ്കിലും പറയാം. എന്ത് വിഡ്ഢിത്തമായിക്കോട്ടെ, എന്ത് വിഷമമായിക്കോട്ടെ, എന്തും നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനമാണ് അമ്മ എന്നുള്ളത്. അപ്പൊ അതുപോലെ ഈ ദേവിയെ ഉപാസിക്കുന്നവരിൽ ആ അമ്മയുടെ ഭാവത്തില്, ആ ശക്തിയുടെ ഭാവത്തില് ദേവിയെ കാണുന്ന ആ പുരാണമാണ് ദേവി ഭാഗവതം. അപ്പൊ ഇവിടെ ദേവി എന്ന് പറയുമ്പോഴും മഹാവിഷ്ണു എന്ന് പറയുമ്പോഴും ശിവൻ എന്ന് പറയുമ്പോഴും, ഇപ്പോ ശ്രീമദ് ഭാഗവതത്തില് മഹാവിഷ്ണു എന്നുള്ള തത്വം, ഇനി ശിവപുരാണത്തില് ശിവൻ എന്നുള്ള തത്വം, ദേവി ഭാഗവതത്തില് ദേവി തത്വം, എല്ലാത്തിനെയും കൊണ്ട് പരമമായിട്ട് ഉദ്ദേശിക്കുന്നത് ആ പരബ്രഹ്മം എന്നുള്ള എല്ലാവർക്കും എത്തിച്ചേരേണ്ടതായിട്ടുള്ള, സാക്ഷാത്കരിക്കേണ്ടതായിട്ടുള്ള ആ തത്വത്തെ തന്നെയാണ്. ഇവിടെ 4 സ്കന്ധങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. 5ാമത്തെ സ്കന്ധം ഇന്ന് തുടങ്ങുകയാണ്. കഴിഞ്ഞ സ്കന്ധത്തില് ശ്രീകൃഷ്ണന്റെ കഥകൾ വളരെ വിസ്തരിച്ച് പറഞ്ഞു. അവിടെ ദേവിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ദേവി ഭാഗവതത്തില് ഈ കഥകളൊക്കെ അവതരിപ്പിക്കുന്നത്. അപ്പൊ യോഗമായാദേവിയുടെ ആ ശക്തി കൊണ്ട്, യോഗമായാദേവിയാണ് യശോദയുടെ പുത്രിയായിട്ട് അവതരിച്ചത്. ആ ദേവിയെ വസുദേവരുടെ അടുത്തേക്ക് മാറ്റുന്നതും ദേവി പിന്നീട് തന്റെ സ്വരൂപം പ്രകടിപ്പിച്ചുകൊണ്ട് നിന്റെ അന്തകൻ ജനിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നതും അതൊക്കെ നമ്മൾ ഇന്നലെ കേട്ടു. അപ്പൊ അങ്ങനെ ശ്രീകൃഷ്ണന്റെ കഥകൾ പറഞ്ഞ സമയത്ത് വിവാഹം കഴിഞ്ഞിട്ട് കൃഷ്ണന് മക്കളില്ലാത്തത് കൊണ്ട് കൃഷ്ണനും രുക്മിണിയും പരമശിവനെ തപസ് ചെയ്തു എന്ന് പറയണ്ടായി. അതിനെപ്പറ്റിയാണ് 5ാമത്തെ സ്കന്ധത്തിലെ ആദ്യത്തെ അധ്യായത്തില് ഋഷികൾ ചോദിക്കുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ മഹാവിഷ്ണുവിന്റെ പൂർണ്ണാവതാരമാണ്. കൃഷ്ണനു പോലും ശിവനെയും പാർവതിയെയും തപസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പൊ ഒരു ദുഃഖം ഉള്ളത് കൊണ്ടാണല്ലോ തപസ് ചെയ്യാൻ പോയത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, എന്തിനാണ് തപസ് ചെയ്തത്, അങ്ങനെ ഒരു അവസ്ഥ വരാൻ കാരണം എന്താണ്? അത് മാത്രമല്ല, നമുക്കറിയാം കൃഷ്ണന് പോലും അപവാദം കേൾക്കേണ്ടതായി വന്നിട്ടുണ്ട്. സ്യമന്തകമണിയുടെ കാര്യത്തില് ജനങ്ങൾ അപവാദം പറഞ്ഞു നടന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം എന്ത് എന്ന് ഋഷികൾ ചോദിക്കുകയാണ്. അപ്പൊ അതിന് മറുപടിയായിട്ട് പറയാണ്, അത് ഇന്നലെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യ ജന്മമാണ് സ്വീകരിക്കുന്നതെങ്കിൽ മനുഷ്യന് എന്തൊക്കെ അബദ്ധങ്ങൾ വരാമോ, എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുന്നുണ്ടോ അതൊക്കെ അനുഭവിക്കേണ്ടി വരും. ഇപ്പൊ ശ്രീരാമന്റെ കാര്യത്തില് ശ്രീരാമന്റെ ചരിതം നമ്മളെ കാണിക്കുന്നത് ഒരു സാധാരണ ഒരു മനുഷ്യൻ തൻ്റെ ധർമ്മപാലനം കൊണ്ട് എങ്ങനെ ഈശ്വരനായി തീരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരു മനുഷ്യ ശരീരം സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ അനുഭവിക്കണമോ അതൊക്കെ അനുഭവിക്കും. അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണന് പോലും സന്താനമില്ലാത്ത ഒരു ദുഃഖം ഉണ്ടായി, തപസ് ചെയ്യേണ്ടി വന്നു, അപവാദങ്ങൾ കേൾക്കേണ്ടി വന്നു. അതൊക്കെ മനുഷ്യജന്മത്തില് സാധാരണമാണ്. അപ്പൊ അത് കാണിച്ചു തരിക കൂടിയാണ് നമുക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മളൊക്കെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്. അതിലൊന്നും യാതൊരു വിഷമത്തിന്റെയും കാര്യമില്ല. കാരണം സാക്ഷാൽ അവതാര പുരുഷന്മാർക്ക് തന്നെ ഇത്തരത്തിലുള്ള എല്ലാ ദുഃഖങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരു ശരീരം സ്വീകരിക്കുമ്പോൾ ആ ശരീരത്തിന് വിശപ്പുണ്ടാവും, ദാഹം ഉണ്ടാവും, തളർച്ചയുണ്ടാവും, ശരീരത്തിന് ജരാനരകൾ ബാധിക്കും. അതുപോലെ മനസ്സിനായാലും പലതരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും.
അപ്പൊ അവതാര പുരുഷന്മാർക്ക് പോലും ഇങ്ങനെ ഉണ്ടായി എങ്കിൽ നമുക്കൊക്കെ ഇതൊക്കെ സാധാരണമാണ്. അപ്പൊ ഇവിടെ ജനിച്ചിട്ടുണ്ടോ ഈ ദുഃഖം, ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനെയൊക്കെ നമ്മളെ കൂടുതൽ ബാധിക്കാതെ ഈ ദുഃഖത്തിനൊക്കെ അതീതനാണ് ഞാൻ എന്നുള്ള ആ സത്യം നമ്മൾ സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ വലിയ പ്രയാസമില്ല. അപ്പൊ അതാണ് ഈ കൃഷ്ണൻ സന്താന ദുഃഖം അനുഭവിച്ചു, സന്താനമില്ലാത്തതിന്റെ ദുഃഖം അനുഭവിച്ചു, തപസ് ചെയ്തു എന്നൊക്കെ പറയുന്നതിന്റെ കാരണം. പിന്നെ പറയും ഇവിടെ ത്രിമൂർത്തികളായിട്ട് ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ ഇവരെ പറയാറുണ്ട്. ആ ത്രിമൂർത്തികളെ കുറിക്കുന്നതാണ് ഓം എന്നുള്ള ശബ്ദം. ആ എന്ന് ബ്രഹ്മാവിനെ, ഉ എന്ന് ഹരിയെ, മാ എന്ന് രുദ്രനെ കുറിക്കുന്നതാണ്. ഈ മാ എന്ന് രുദ്രനെ കുറിക്കുന്ന സമയത്ത് രുദ്രൻ എന്ന് എവിടെ പറയുന്നുവോ അവിടെ ശക്തിയുടെ സാന്നിധ്യമുണ്ട്. ശക്തി ഇല്ലാതെ, ദേവി ഇല്ലാതെ ഒരു രുദ്രൻ അല്ലെങ്കിൽ ശിവൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പൊ ആ ഓംകാരം എന്നുള്ള ആ ശബ്ദത്തില് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ, ദേവി ഈ തത്വങ്ങൾ ഉൾക്കൊള്ളുന്നു. ഇതിൽ തന്നെ സംസ്കൃതത്തിലെ ഒരു സിദ്ധാന്തമുണ്ട്, ഉത്തരോത്തര ഭാവേന പ്യുക്തമത്വം സ്മൃതം. അതായത് നമ്മള് ഒരു 4-5 കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അതിൽ ഏറ്റവും അവസാനം പറയുന്നതിനാണ് കൂടുതൽ ശ്രേഷ്ഠം ഉള്ളത്, കൂടുതൽ ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് പറയും. ഇപ്പൊ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ, ദേവി എന്ന് പറയുകയാണെങ്കിൽ ഏതാണോ അവസാനം പറയുന്നത് അതിനാണ് ശ്രേഷ്ഠ്യം കൂടുതൽ എന്ന് പറയും. അങ്ങനെ ഈ ത്രിമൂർത്തികൾ പോലും ആ ശക്തിയുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ അവർക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുകയാണ്. ഇങ്ങനെ കൃഷ്ണന്റെ കഥ പറയുന്ന സമയത്ത് ആ യോഗമായാദേവി അവിടെ ആവിർഭവിച്ചിട്ട് ആ മായയുടെ പ്രഭാവം കൊണ്ടാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഈ ശ്രീകൃഷ്ണന്റെ ഈ കഥകളൊക്കെ സംഭവിച്ചിരിക്കുന്നത്. കൃഷ്ണന്റെ കഥകളെ പറ്റി ആലോചിക്കുമ്പോൾ വളരെ അത്ഭുതകരമാണ്. അപ്പൊ ഇവിടെ പറയും, സാധാരണ ഒരു വിവാഹം കഴിച്ചിട്ട് 2-3 കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കുന്നവർക്ക് പോലും ഏതൊക്കെ തരത്തിലുള്ള കഷ്ടപ്പാടുകളാണ് വരുന്നത്. വീട്ടിലുണ്ടാവുന്ന കലഹങ്ങളും ദുഃഖങ്ങളും ദാരിദ്ര്യവും ഇങ്ങനെ പലതരത്തിലുള്ള സങ്കടങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഇവിടെ കൃഷ്ണൻ ഈ 16,008 ഭാര്യമാരെ സ്വീകരിച്ചിട്ടും അവരിലൊക്കെ ഓരോരുത്തരിലും 10 പുത്രന്മാരും 1 പുത്രിയും ഉണ്ട് എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ വലിയ ഒരു ഗൃഹസ്ഥനായിരുന്നിട്ടു കൂടി യാതൊരു ദുഃഖവും അദ്ദേഹത്തെ ബാധിച്ചില്ല. ദുഃഖം ഉണ്ടായില്ല എന്നുള്ളതല്ല, അദ്ദേഹത്തിന് ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഇതിൽ നിന്നെല്ലാം അതീതനായിട്ട് അദ്ദേഹം വളരെ സന്തോഷത്തോടെ ജീവിച്ചു. അതാണ് ആ യോഗമായാദേവിയുടെ ശക്തി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ജീവിതം ദുഃഖകരമായിട്ട് തോന്നുന്നത് അഹങ്കാരം നമ്മളെ ബാധിക്കുന്ന സമയത്താണ്. അതായത് ഞാനാണിത് ചെയ്യുന്നത്, ഇത് എന്റെയാണ്, ഇതിന്റെ ഫലം എനിക്ക് കിട്ടണം എന്നൊക്കെയുള്ള ഈ അഹം എന്നുള്ള ചിന്ത വരുമ്പോഴാണ് ഈ ദുഃഖമൊക്കെ നമുക്ക് ഉണ്ടാവുന്നത്. അഹങ്കാര വിഹീനാനാം ന മോഹോ നച സംസ്കൃതി. അഹങ്കാരം ഇല്ലാത്തവർക്ക് മോഹം ഉണ്ടാവുന്നില്ല. മോഹം എന്ന് വെച്ചാൽ എന്താണ് ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. അതിനെയാണ് സംസ്കൃതത്തിൽ മോഹം എന്ന് പറയുന്നത്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എങ്ങോട്ട് പോകണം, എങ്ങോട്ട് പോവരുത്, ഇതൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെയുള്ളൊരു മോഹം ഈ അഹങ്കാര വിഹീനന്മാർക്ക് ഉണ്ടാകുന്നില്ല. അപ്പൊ നമുക്കിവിടെ എല്ലാം ഉണ്ടായിക്കൊള്ളട്ടെ, ഭാര്യ ഉണ്ടായിക്കൊള്ളട്ടെ, ഭർത്താവ് ഉണ്ടായിക്കൊള്ളട്ടെ, മക്കൾ ഉണ്ടായിക്കൊള്ളട്ടെ, സമ്പത്ത് ഉണ്ടായിക്കൊള്ളട്ടെ, ഇതൊന്നും ഉണ്ടായാൽ ഒരു പ്രശ്നവുമില്ല. അതിനെ ഈ മമതാബന്ധം ബാധിക്കാതിരുന്നാൽ മതി. ഇതെന്റെയാണ്, എന്റെ മക്കള് ഞാൻ പറയുന്നത് പോലെ കേൾക്കണം, എന്നെ അനുസരിക്കണം, ഇങ്ങനെ ഈ ഞാൻ, എന്നെ, എന്റെ എന്നുള്ള ഭാവം ഒഴിവാക്കിയാൽ ഇവിടെ എന്ത് ഉണ്ടായാലും നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. ഒന്നും നമ്മുടെ ഒരു ലക്ഷ്യത്തിന് വിഘാതമായിട്ട് നിൽക്കില്ല. അപ്പൊ ഈ ഉള്ളതിലെല്ലാം അഹങ്കാരത്തെ ചേർത്ത് വെക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പ്രയാസമൊക്കെ ഉണ്ടാവുന്നത്. ആ അഹങ്കാരം തോന്നുന്നത് എന്തുകൊണ്ടാണ്? ആ മായ ബാധിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ മായയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം?
ആ യോഗമായാദേവിയെ തന്നെ അഭയം പ്രാപിക്കണം. ആ അമ്മയെ തന്നെ അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഈ മായ ബാധിക്കുകയില്ല. ഇങ്ങനെ ശ്രീകൃഷ്ണനെ പറ്റിയിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. 2-ാമത്തെ അധ്യായം മുതൽ പുതിയൊരു പ്രകരണം ആരംഭിക്കുന്നു. മഹിഷാസുരന്റെ കഥയാണ് തുടങ്ങുന്നത്. മഹിഷാസുരന്റെ കഥ വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ്. നമുക്കൊക്കെ അറിയാം മഹിഷാസുരമർദ്ദിനി സ്തോത്രം, അല്ലെ മഹിഷാസുരമർദ്ദിനി എന്നുള്ള ആ ഒരു സങ്കല്പം വളരെ പ്രസിദ്ധമായിട്ടുള്ളതാണ്. അപ്പൊ ഈ കൃഷ്ണന്റെ കഥയൊക്കെ കേട്ടതിന് ശേഷം രാജാവ്, കഥ കേട്ടുകൊണ്ടിരിക്കുന്ന ജനമേജയൻ പറയുന്നു, എനിക്ക് ഈ കഥകളൊന്നും കേട്ടിട്ട് തൃപ്തിയായിട്ടില്ല. അപ്പൊ ദേവിയുടെ കഥകള് എത്ര കേട്ടാലാണ് മതിയാവുക? ഭക്തന്മാരാണെങ്കിൽ അങ്ങനെയാണ്, ഇപ്പൊ കേൾക്കും തോറും ഇനിയും കേൾക്കണം, പുതിയ കഥകൾ കേൾക്കണം എന്ന് തോന്നുകയാണ് ചെയ്യുക. അതാണ് ഭക്തന്മാരുടെ ലക്ഷണം. അപ്പൊ രാജാവ് ഇവിടെ പറയുന്നു, ഈ പറഞ്ഞതൊന്നും പോരാ, ഇനിയും എനിക്ക് കേൾക്കണം. ദേവിയുടെ ആ മാഹാത്മ്യം വിളിച്ചറിയിക്കുന്ന മറ്റു കഥകള് അത് പറയൂ എന്ന് വ്യാസനോട് വീണ്ടും ആവശ്യപ്പെടുകയാണ്. അങ്ങനെ വ്യാസൻ മറ്റൊരു കഥ പറയാൻ ആരംഭിക്കുന്നു. പണ്ട് ദേവന്മാരും അസുരന്മാരും തമ്മിൽ വലിയ ഒരു യുദ്ധം ഉണ്ടായി. അപ്പൊ ആ യുദ്ധത്തില് ജയിക്കാൻ വേണ്ടിയിട്ട്, ഇത് ദേവാസുര യുദ്ധം അത് പതിവാണ്, പല സന്ദർഭങ്ങളിലായിട്ട് പല കാലങ്ങളിലായിട്ട് എപ്പോഴും നടന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ആ യുദ്ധത്തിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് മഹിഷൻ എന്ന പേരുള്ള ഒരു അസുരൻ, അദ്ദേഹം ഹേമഗിരി എന്ന പേരുള്ള പർവ്വതത്തിൽ പോയിട്ട് വലിയ തപസ് ചെയ്യാണ്. അപ്പൊ ഈ അസുരന്മാരുടെ തപസ് എന്ന് പറഞ്ഞാൽ, പൊതുവേ നമുക്ക് തപസ് എന്ന വാക്ക് കേൾക്കുമ്പോൾ ഒരു സാത്വികതയാണ് തോന്നുക. ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ബാക്കിയെല്ലാം മറന്നുകൊണ്ട് ആ ഭഗവാനിൽ മാത്രം മനസ്സുറപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സാത്വികമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് തപസ്. പക്ഷേ അസുരന്മാരുടെ തപസ് എന്ന് പറയുമ്പോൾ അതൊരു ഭീകരതയാണ്. അതൊരിക്കലും ഒരു സാത്വികമല്ല, ഒരു രാജസമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു താമസമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. അപ്പൊ രാവണന്റെ കഥയൊക്കെ കേട്ടിട്ടുണ്ടാവും. അസുരന്മാര് തപസ് ചെയ്യുമ്പോൾ അവര് കുറച്ചു കാലം തപസ് ചെയ്യും, എന്നിട്ട് പിന്നെ ഒരു ഭീഷണിപ്പെടുത്തുന്നത് പോലെയാണ്. കുറെ കഴിഞ്ഞിട്ടും പ്രത്യക്ഷപ്പെടുന്നില്ലെങ്കിൽ അവനവന്റെ ശിരസ്സറുത്ത് ഹോമിക്കുക. അപ്പൊ തപസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഭാവം അല്ല വേണ്ടത്, സാത്വികതയാണ് വേണ്ടത്. പക്ഷെ അസുരന്മാരുടെ കാര്യത്തിൽ നമുക്കത് അവിടെ കാണാൻ കഴിയില്ല. കാരണം അവര് സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് തപസ് ചെയ്യുന്നവരാണ്, അല്ലാതെ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ അല്ല. നേരെ മറിച്ച് ഋഷിമാരാണെങ്കിൽ അവരുടെ തപസ് എനിക്കെന്തെങ്കിലും കിട്ടണം എന്ന് വിചാരിച്ചിട്ടല്ല, ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെ ഘോരമായിട്ടുള്ള തപസ് തുടങ്ങി. അവസാനം ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ എന്താണ് വരം വേണ്ടത് എന്ന് ചോദിച്ചു. പൊതുവെ അസുരന്മാരോട് വരം ചോദിച്ചാൽ അവര് ആവശ്യപ്പെടുന്നത് ഒരേ ഒരു കാര്യമായിരിക്കും, മരണം ഉണ്ടാവരുത്. അതാണ് എല്ലാ അസുരന്മാരുടെയും ആവശ്യം. കാരണം ഈ ശരീരത്തെയാണ് അവര് ഞാൻ ആയിട്ട് കാണുന്നത്. അപ്പൊ ഈ ശരീരം നശിക്കരുത് എന്നാണ് എല്ലാവരുടെയും ആവശ്യം. പതിവ് പോലെ തന്നെ മരണം ഉണ്ടാവരുത് എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു, ബ്രഹ്മാവ് മറ്റേ ശ്ലോകമൊക്കെ കരുതിയിട്ടാണ് വന്നത്. ഈ അസുരന്മാർ ഇതാണ് ചോദിക്കുക എന്നറിയാം. അപ്പൊ ചോദിച്ച ഉടനെ ചൊല്ലാനുള്ള ശ്ലോകം കയ്യിലുണ്ട്. ജാതസ്യ ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യജ. അതങ്ങോട്ട് ചൊല്ലും. ഈ മരണം ഉണ്ടാവരുത് എന്നുള്ള വരം ആർക്കും കൊടുക്കാൻ കഴിയില്ല. കാരണം മരണം ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഇവിടെ ജനിക്കരുതായിരുന്നു. ജനിച്ചിട്ടുണ്ടെങ്കിൽ മരണം ഉറപ്പാണ്. അത് മനുഷ്യന് മാത്രമല്ല, ഇവിടെ പറയും ഒരു സമുദ്രമായിക്കോട്ടെ, ഒരു പർവ്വതമായിക്കോട്ടെ. ഒരു പർവ്വതം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? അത് ഏതെങ്കിലും കാലത്ത് നശിക്കും. ചിലപ്പോ കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും. എന്തായാലും ഇവിടെ ഉണ്ടായിട്ടുണ്ടോ അത് നശിക്കും. സമുദ്രം ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നശിക്കും. ഒന്ന് ജനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മരണമുണ്ട്, അത് ഉറപ്പാണ്. അതുകൊണ്ട് ഈ മരണം ഉണ്ടാവരുത്, അമരത്വം എന്നുള്ള വരം അത് പറ്റില്ല. അതൊഴികെ വേറെ എന്ത് വേണമെങ്കിലും ആവശ്യപ്പെട്ടോളൂ എന്ന് പറയാണ്. അപ്പൊ പിന്നെ അടുത്തതായിട്ട് അസുരന്മാര് ചെയ്യുക, എന്നാ പിന്നെ ഇത് കിട്ടില്ല. അപ്പൊ ഇതിന് പകരം വെക്കാവുന്ന, ഈ മരണം
ത്തിനുള്ള സാധ്യതകൾ ഒഴിവാക്കുക. അതാണ് എല്ലാ അസുരന്മാരും രണ്ടാമതായിട്ട് ചെയ്യുക. ഇപ്പോ ഹിരണ്യകശിപുവിന്റെ കാര്യത്തിലാണെങ്കിൽ നമുക്കറിയാം, യാതൊരു തരത്തിലും മരണം ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ട് കുറെ ലിസ്റ്റ് അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അവിടുന്ന് കൊല്ലരുത്, ഇവിടുന്ന് കൊല്ലരുത്, ആ സമയത്ത് കൊല്ലരുത്, ഈ സമയത്ത് കൊല്ലരുത്, അങ്ങനെ കൊല്ലരുത്, ഇങ്ങനെ കൊല്ലരുത്. ഇങ്ങനെ ഇവരെ എങ്ങനെ മരണം ഒഴിവാക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് ചിന്തിക്കുകയാണ് ചെയ്യാം. ഇവിടെ മഹിഷൻ ആവശ്യപ്പെട്ടത്, എന്നെ ഒരു സ്ത്രീ മാത്രമേ വധിക്കാവൂ, വേറെ ആരിൽ നിന്നും എനിക്ക് മരണം ഉണ്ടാവരുത് എന്നാണ് ആവശ്യപ്പെട്ടത്. അപ്പൊ അത് തന്നെ ആ ഒരു അസുരന്റെ ബുദ്ധി ഇല്ലായ്കയാണ്. കാരണം അസുരൻ വിചാരിക്കുന്നത് സ്ത്രീകൾക്ക് എങ്ങനെ വധിക്കാൻ പറ്റും, സ്ത്രീകൾക്ക് ശക്തിയൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ സ്ത്രീകളെ എന്തിനാ പേടിക്കുന്നത്, ഈ രീതിയിലാണ് ചിന്ത പോകുന്നത്. ഈ ഒരു ഭേദബുദ്ധിയാണ് ഈ അസുരത്വം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒന്നിനെയും അങ്ങനെ നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല. ചിലപ്പോ നമ്മളിപ്പോ ഈ കൊറോണ കാരണം മരിക്കുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പനി കാരണം മരിക്കുന്നു. എന്താ അപ്പൊ അതിന്റെ കാരണം? വളരെ ചെറിയ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഒരു അണു, അത് കാരണമാണ്, ആ രോഗാണു കാരണമാണ് എത്രയോ ആളുകള് മരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒന്നിനെ നമുക്ക് നിസ്സാരമായിട്ട് കാണാനൊന്നും കഴിയില്ല. ഇവിടെ എല്ലാത്തിലും ആ ഭഗവാന്റെ ഒരു ചൈതന്യമുണ്ട്. അപ്പൊ മഹിഷാസുരൻ വിചാരിച്ചത് സ്ത്രീകളിൽ നിന്ന് മരണം അതൊരിക്കലും സംഭവിക്കില്ല, അതുകൊണ്ട് ഇതാ എനിക്ക് മരണം ഒഴിവായി എന്നാണ് വിചാരിച്ചത്. അങ്ങനെ സ്ത്രീകളിൽ നിന്ന് മാത്രമേ എനിക്ക് മരണം ഉണ്ടാവൂ എന്നുള്ള ആ വരമാണ് ചോദിച്ചത്. അപ്പൊ ബ്രഹ്മാവിന് സന്തോഷായി. കാരണം ബ്രഹ്മാവിന് അറിയാം, ആ ദേവിയെ പറ്റി ആലോചിച്ചു, ആ ദേവിയെ സ്മരിച്ചുകൊണ്ട് പറഞ്ഞു, എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അത് ആ വരം കൊടുക്കുന്ന സമയത്ത് ബ്രഹ്മാവ് നേരിട്ട് പറയുന്നുണ്ട്, നിനക്കൊരു സ്ത്രീയിൽ നിന്ന് മരണം ഉണ്ടാവും, വേറൊന്നിൽ നിന്നും ഉണ്ടാകില്ല. പക്ഷെ ഈ വരം കിട്ടിയ ആ ഒരു അഹങ്കാരത്തില്, ആ ഒരു ഗർവില് ബ്രഹ്മാവിന്റെ ഈ വാക്കുകളൊന്നും മഹിഷൻ ശ്രദ്ധിക്കുന്നില്ല. ഒരു സ്ത്രീയിൽ നിന്ന് മരണം ഉണ്ടാവും എന്ന് പറഞ്ഞൊന്നും ശ്രദ്ധിക്കുന്നില്ല. എന്തായാലും ആ വരം കൊടുത്ത് തിരിച്ചു പോവുകയാണ് ബ്രഹ്മാവ്. അപ്പൊ ഇത് കേട്ട സമയത്ത് മഹിഷാസുരനെ പറ്റി ചോദിക്കുകയാണ് ഈ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന ജനമേജയൻ. അപ്പൊ മഹിഷാസുരൻ തപസ് ചെയ്തു എന്നല്ലാതെ ആരാണ് ഈ മഹിഷാസുരൻ എന്നൊന്നും ഇപ്പൊ ഇതുവരെ വ്യാസൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ചോദിക്കുകയാണ്, ആരാണ് മഹിഷാസുരൻ, അദ്ദേഹം ആരുടെ മകനാണ്, എന്തിനാണ് തപസ് ചെയ്തത്, ഇങ്ങനെയൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. അപ്പൊ മഹിഷാസുരന്റെ കഥയാണ് അടുത്ത അധ്യായം മുതൽ പറയുന്നത്. വളരെ വിചിത്രമായിട്ടുള്ള ഒരു കഥയാണ്. പണ്ട് ധനുവിന്റെ മക്കളായിട്ട് രംഭൻ കരംഭൻ എന്നു പേരുള്ള 2 അസുരന്മാരുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് മക്കളുണ്ടായില്ല, രംഭനും കരംഭനും മക്കളുണ്ടായില്ല. അതുകൊണ്ട് സന്തതി ഉണ്ടാവാൻ വേണ്ടിയിട്ട് പഞ്ചനദം എന്നു പേരുള്ള ഒരു സരസ്, ആ സരസില് അവിടെ പോയിട്ട് തപസ് ചെയ്യാൻ ആരംഭിച്ചു. അവിടെ രംഭൻ ആ സരസിൽ ഇറങ്ങിക്കൊണ്ട് ജലത്തിൽ തപസ് ചെയ്യാണ്, വെള്ളത്തിൽ ഇരുന്നു കൊണ്ട് തപസ് ചെയ്യാണ്. എന്നാൽ കരംഭൻ പഞ്ചാഗ്നി മധ്യത്തിലാണ് തപസ്. അതായത് 2 ഭാഗത്തും മുന്നിലും പിന്നിലും ഒക്കെ തീയിട്ടുകൊണ്ട്, മുകളിലാണെങ്കിൽ ആ വെയിലത്ത് സൂര്യന്റെ ചൂടിൽ നിന്നുകൊണ്ട്, അതാണ് പഞ്ചാഗ്നി മധ്യത്തിലെ തപസ് എന്ന് പറയുന്നത്. അങ്ങനെ ആ അഗ്നിക്ക് നടുവിൽ നിന്നുകൊണ്ടാണ് തപസ്. ഇങ്ങനെ 2 പേരും ഘോരമായ തപസ് ചെയ്തുകൊണ്ടിരിക്കെ ഈ വെള്ളത്തിൽ തപസ് ചെയ്യുന്ന കരംഭനെ ഇന്ദ്രൻ വന്നിട്ട് വധിക്കുകയാണ്. ഇന്ദ്രൻ ഒരു മുതലയുടെ രൂപം ധരിച്ചു വന്ന് ആ കരംഭന്റെ കാലുകളിൽ പിടികൂടി കരംഭനെ വധിക്കുകയാണ്. അങ്ങനെ ആ തൻ്റെ സഹോദരൻ മരിച്ചു എന്ന് കണ്ടിട്ട് ആകെ ദേഷ്യം വന്നു രംഭന്. ഇപ്പൊ രംഭൻ പതിവ് പോലെ എല്ലാ രാക്ഷസരും എല്ലാ അസുരന്മാരും ചെയ്യുന്നത് പോലെ ആ ദേഷ്യം കൊണ്ട് അവനവന്റെ തല തന്നെ അറുത്ത് അഗ്നിയിൽ ഹോമിക്കാൻ ഒരുങ്ങുകയാണ്. അപ്പൊ ഇതുകൊണ്ടൊക്കെ എന്താ പ്രയോജനം എന്ന് ചോദിച്ചാൽ, അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു ബുദ്ധിയൊന്നും അസുരന്മാർക്കില്ല. അതിനെയാണ് ഈ അസുര ബുദ്ധി എന്ന് പറയുന്നത്.
അപ്പൊ സഹോദരൻ മരിച്ചതിന് അവനവന്റെ തല തന്നെ ഹോമിച്ചാൽ എന്ത് കാര്യം എന്നൊക്കെ ചോദിച്ചാൽ അതൊന്നും ആലോചിക്കാനുള്ള ഒരു സാത്വിക ബുദ്ധി അതൊന്നും ഇല്ല. അപ്പൊ അവനവന്റെ തലയറുത്ത് ഹോമിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ അങ്ങനെ തുടങ്ങുന്ന സമയത്ത് എന്തായാലും ഇത്രയും കാലം ആ അഗ്നിമധ്യത്തിൽ നിന്ന് തപസ് ചെയ്ത ആളാണ്. അഗ്നിദേവൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് അതൊന്ന് തടയുന്നു. അങ്ങനെയൊന്നും ചെയ്യരുത്, ഈ തല ഹോമിക്കുക, ഇങ്ങനത്തെ ഈ രാജസമായിട്ടുള്ള പ്രവൃത്തികളൊന്നും ചെയ്യരുത്, നിനക്ക് എന്താണ് വരം വേണ്ടത്, ഞാൻ തരാം എന്ന് പറഞ്ഞ് അഗ്നിദേവൻ പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പൊ അഗ്നിദേവനോട് രംഭൻ വരം ചോദിക്കുന്നത്, എനിക്ക് 3 ലോകങ്ങളും ജയിക്കുന്ന ഒരു മകനെ വേണം, ഇതാണ് വരമായിട്ട് ആവശ്യപ്പെടുന്നത്. അങ്ങനെ അനുഗ്രഹിക്കുന്നു, അഗ്നിദേവൻ അനുഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു മകൻ ഉണ്ടാവും എന്ന് വരം കൊടുത്ത് അഗ്നിദേവൻ മറയുന്നു. അപ്പൊ രംഭൻ ഇങ്ങനെ തപസ്സൊക്കെ അവസാനിപ്പിച്ച് സഞ്ചരിക്കുന്ന സമയത്ത് കുറെ യക്ഷന്മാര് താമസിക്കുന്ന ഒരു സ്ഥലത്ത്, അവിടെ ആ യക്ഷന്മാരുടെ മധ്യത്തില് ഒരു മഹിഷിയെ കാണുകയാണ്. മഹിഷി എന്ന് വെച്ചാൽ എരുമ, മഹിഷൻ എന്ന് വെച്ചാൽ പോത്ത് എന്നാണ് അർത്ഥം. മഹിഷി എരുമ. അപ്പൊ എരുമയുടെ രൂപത്തിലുള്ള ഒരു സുന്ദരി, ഒരു മഹിഷിയെ കണ്ടിട്ട് ഇദ്ദേഹത്തിന് രംഭന് മനുഷ്യരൂപത്തിലുള്ള പത്നിമാരൊക്കെ ധാരാളം ഉണ്ട്, എങ്കിലും അവരോടൊന്നും തോന്നാത്ത ഒരു താല്പര്യം ഈ സുന്ദരിയായിട്ടുള്ള മഹിഷിയെ കണ്ടപ്പോൾ തോന്നുകയാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് കേൾക്കുന്ന സമയത്ത് വിചിത്രമായിട്ട് തോന്നുമെങ്കിലും പലപ്പോഴും നമുക്കറിയാം, നമുക്ക് കാണാൻ കഴിയുന്ന പല പല നല്ല വസ്തുക്കൾ ഉണ്ടാവുമ്പോഴും പലപ്പോഴും നമുക്ക് കിട്ടാത്തതിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ വിചിത്രമായിട്ടുള്ള വേറെ എന്തിനോടെങ്കിലോ ആണ് നമുക്ക് ഇഷ്ടം. പണ്ട് പറയുമല്ലോ, ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന്നു കൗതുകം എന്നുള്ള ഒരു വരിയുണ്ട്. അതുപോലെ ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റുന്ന, നമുക്ക് പ്രാപിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചാൽ ഗുണമുണ്ടാവുന്ന ധാരാളം കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ട് എന്നിരിക്കെ പലപ്പോഴും നമ്മള് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ നമ്മളെ അധപ്പതിപ്പിക്കുന്ന കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പൊ ഈ രംഭൻ തനിക്ക് സുന്ദരികളായിട്ടുള്ള മറ്റു ഭാര്യമാരൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഈ മഹിഷിയുടെ രൂപത്തിലുള്ള ഈ സുന്ദരിയെ കണ്ട് അവളുടെ പിന്നാലെ പോവുകയാണ്. അങ്ങനെ അവളെ വിവാഹം കഴിക്കണം എന്നൊക്കെ താല്പര്യപ്പെട്ടു. എന്തായാലും മഹിഷിക്കും ഇഷ്ടമായി, വിവാഹം ചെയ്തു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവള് ഗർഭിണിയായി. ആ ഗർഭിണിയായിട്ടുള്ള മഹിഷിയെയും കൊണ്ട് പാതാളത്തിലേക്ക് പോയി. അങ്ങനെ ആ പാതാളത്തിൽ ഗർഭിണിയായിട്ടുള്ള തൻ്റെ ആ മഹിഷി രൂപത്തിലുള്ള ഭാര്യയെയും കൊണ്ട് താമസിക്കുന്ന സമയത്താണ് അവിടെയൊക്കെ ഒരു ഗംഭീരനായിട്ടുള്ള ഒരു മഹിഷം, അതായത് ഒരു ഭയങ്കരനായിട്ടുള്ള ഒരു പോത്ത് വരികയാണ്. ആ മഹിഷം വന്ന് ഈ രംഭന്റെ നേർക്ക് അടുത്തു, രംഭനെ ഉപദ്രവിച്ചു. രംഭനുമായിട്ടുള്ള യുദ്ധം ചെയ്ത് തൻ്റെ ആ കൊമ്പ് കൊണ്ട് രംഭനെ കുത്തി കൊല്ലുകയാണ്. അപ്പൊ ഇത് കണ്ട് ആകെ ഭയപ്പെട്ട് നിൽക്കുന്ന ഈ മഹിഷി ഇതൊക്കെ കണ്ട് പേടിച്ച് രംഭൻ വീണു, രംഭൻ മരിച്ചു എന്നൊക്കെ കണ്ട സമയത്ത് ഓടി വന്ന് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ യക്ഷന്മാരുടെ അടുത്തെത്തി. അവിടെ ഈ യക്ഷന്മാർ ഇതൊക്കെ മനസ്സിലാക്കി. യക്ഷന്മാർ ഈ മഹിഷവുമായിട്ട് യുദ്ധം ചെയ്ത് അവർ മഹിഷനെ തോൽപ്പിച്ചു. മഹിഷൻ അവിടെ മരിച്ചു വീഴുന്നു. പക്ഷെ ആകെ ദുഃഖിതയായിട്ടുള്ള ഈ മഹിഷി തൻ്റെ ഭർത്താവിൻ്റെ ശരീരവും എടുത്ത് വന്ന് ആ രംഭനെ ദഹിപ്പിക്കുന്ന ആ ചിതയിലേക്ക് സ്വയം എടുത്തു ചാടുകയാണ്. അങ്ങനെ ആ എടുത്തു ചാടിയ സമയത്ത് രംഭന്റെ ആ ചിതാഗ്നിയിൽ നിന്നാണ് രംഭൻ വേറൊരു ശരീരം സ്വീകരിച്ച് രക്തബീജൻ എന്ന പേരുള്ള ഒരു അസുരനായിട്ടും, അതുപോലെ ആ ചിതാഗ്നിയിൽ നിന്ന് തന്നെ വേറെ ഒരു മഹിഷാസുരൻ, മഹിഷൻ എന്ന പേരുള്ള ഒരു അസുരനും ഉണ്ടാവുകയാണ്. രക്തബീജൻ എന്ന പേരുള്ള അസുരനും മഹിഷൻ എന്ന പേരുള്ള അസുരനും. അപ്പൊ ഈ കഥകൾക്ക് ചില സന്ദർഭങ്ങളിൽ മറ്റു ചില ഗ്രന്ഥങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ
ചിലപ്പോ കാണും. എങ്കിലും ദേവി ഭാഗവതത്തിൽ പറയുന്ന ഈ ഉൽപ്പത്തി കഥ ഇങ്ങനെയാണ്. അപ്പൊ രക്തബീജന്റെ കഥ പിന്നീട് നമ്മൾ കേൾക്കും. എന്തായാലും രംഭന്റെ ഈ ചിതാഗ്നിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള അതിശക്തനായിട്ടുള്ള ഗംഭീരനായിട്ടുള്ള ഈ മഹിഷൻ എന്ന പേരുള്ള ഈ പുത്രനെ അസുരന്മാരുടെ രാജാവാക്കി തീർത്തു. അപ്പൊ അദ്ദേഹം തപസ് ചെയ്യാൻ പോയ കഥയാണ് മുമ്പ് വ്യാസൻ പറഞ്ഞത്. അങ്ങനെ അദ്ദേഹത്തിന് വരങ്ങളൊക്കെ കിട്ടി. അപ്പൊ വരങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അസുരന്മാര് പൊതുവെ ചെയ്യുന്ന കാര്യം മറ്റുള്ളവരെ ഉപദ്രവിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ കിട്ടിയ വരത്തിന്റെ അഹങ്കാരത്തില് ഈ ലോകത്തെ മുഴുവൻ ഉപദ്രവിക്കുക, ലോകത്തെ മുഴുവൻ കരയിപ്പിക്കുന്നവരെയാണ് നമ്മൾ അസുരന്മാര് എന്ന് പറയുന്നത്. രാമൻ രാവണൻ എന്ന് പറയുമ്പോൾ പറയും രാമൻ എന്നുള്ളതിന്റെ അർത്ഥം സന്തോഷിപ്പിക്കുന്ന ആള് എന്നാണ്, എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ആള്. നേരെ മറിച്ച് രാവണനോ കരയിപ്പിക്കുന്ന ആളാണ്. അപ്പൊ ഈ അസുരന്മാർ രാക്ഷസന്മാർ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ആ ബുദ്ധി അത് എങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിക്കാം, മറ്റുള്ളവരെ ഉപദ്രവിച്ച് തൻ്റെ അധീശത്വം എങ്ങനെ സ്ഥാപിക്കാം എന്നാണ് അവര് ചിന്തിക്കുന്നത്. അങ്ങനെ മഹിഷൻ പതിവ് പോലെ എല്ലാ അസുരന്മാരും ചെയ്യുന്നത് പോലെ എല്ലാ ലോകങ്ങളും കീഴടക്കാൻ ഒരുങ്ങുന്നു. അപ്പൊ എല്ലാവരെയും ഉപദ്രവിച്ചുകൊണ്ട് അവരുടെ മേൽ തൻ്റെ ആധിപത്യം സ്ഥാപിച്ച് ആ ലോകം മുഴുവൻ കീഴടക്കി തൻ്റെ സേനാപതിയായിട്ട് ചിക്ഷുരൻ എന്ന പേരുള്ള ഒരു അസുരനെ നിയോഗിച്ചു. ഭണ്ഡാരപതിയായിട്ട്, അതായത് സമ്പത്തൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് താമ്രൻ എന്ന പേരുള്ള തൻ്റെ ഒരു വിശ്വസ്തനെ നിയോഗിച്ചു. അപ്പൊ ഇദ്ദേഹം നടത്തിയ ഭരണപരിഷ്കാരങ്ങൾ എങ്ങനെയൊക്കെയാന്ന് വെച്ചാൽ എല്ലാ അസുരന്മാരും ചെയ്യുന്നത് പോലെ തന്നെ ധർമ്മം ചെയ്യുന്നവരൊക്കെ ഉപദ്രവിക്കുക, ആരൊക്കെ യജ്ഞങ്ങൾ ചെയ്യുന്നുണ്ടോ അവരൊക്കെ ഉപദ്രവിക്കുക. നല്ല രീതിയിൽ ക്ഷത്രിയന്മാരുടെ ധർമ്മം അനുസരിച്ചിട്ട് രാജ്യം ഭരിക്കുന്ന രാജാക്കന്മാരെയൊക്കെ കൊന്നൊടുക്കി ഉപദ്രവിച്ചു. അല്ലെങ്കിൽ അവരോട് കീഴടങ്ങാൻ പറഞ്ഞു, തൻ്റെ ദാസന്മാരാവാൻ പറഞ്ഞു. പിന്നെ ബ്രാഹ്മണരോടൊക്കെ പറഞ്ഞു, നിങ്ങൾ ഈ ഇന്ദ്രന് യജ്ഞഭാഗമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ യാഗമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ യജ്ഞഭാഗത്തിന്റെ ഒക്കെ അവകാശി ഞാനാണ്. ഇനി ആർക്കെങ്കിലും നാമം ജപിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഹിരണ്യകശിപു ഒക്കെ പറഞ്ഞതുപോലെ വിഷ്ണവേ നമ എന്നുള്ളതിന് പകരം മഹിഷായ നമ എന്ന് ജപിച്ചോളൂ. എന്തെങ്കിലും ജപിക്കണം എന്നല്ലേ ഉള്ളൂ. അപ്പൊ ഇനി മുതൽ മഹിഷായ നമ എന്നായിക്കോട്ടെ. അല്ലാത്തവരൊക്കെ നാരായണായ നമ എന്നോ ശിവായ നമ എന്നോ വിഷ്ണവേ നമ എന്നൊക്കെ പറയുന്നവർക്ക് അവരെ ഒന്നും തല കാണില്ല. ജപിക്കണമെങ്കിൽ മഹിഷായ നമ എന്ന് ജപിക്കുക. ഇങ്ങനെ ഉപദ്രവിക്കാൻ തുടങ്ങി. എല്ലാ ലോകങ്ങളും കീഴടക്കി കഴിഞ്ഞപ്പോ ഇദ്ദേഹത്തിന് തോന്നി ഇനി സ്വർഗം അതുകൂടി അവശേഷിക്കുന്നുണ്ട്, അപ്പൊ സ്വർഗം കീഴടക്കണം. അങ്ങനെ ആ സ്വർഗം കീഴടക്കുന്നതിനുള്ള മുന്നോടിയായിട്ട് ദേവേന്ദ്രനെ ഒരു സന്ദേശമൊക്കെ അയച്ചു, ഒരു ദൂതനെ വിട്ടു. ഇതാ ഞാൻ മഹിഷാസുരൻ, ഞാനിതാ സ്വർഗം കീഴടക്കാൻ വരികയാണ്. അപ്പൊ ഒന്നുകിൽ അങ്ങ് ഈ സ്വർഗമൊക്കെ ഉപേക്ഷിച്ചിട്ട് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയിക്കോളൂ, വേറെ ഏതെങ്കിലും ലോകത്തിലേക്ക് ഓടിപ്പോയിക്കോളൂ, അല്ലെങ്കിൽ ഇതാ എന്നോട് യുദ്ധം ചെയ്ത് ജയിക്കണം. യുദ്ധം ചെയ്താൽ ഇതാ ഞാൻ അങ്ങേ കീഴടക്കും, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ, ഇപ്പോഴേ കീഴടങ്ങിക്കോളൂ, എന്നെ സേവിക്കാൻ തയ്യാറായിക്കോളൂ. അങ്ങനെ ആ ദൂതനെ അയച്ചു. ദൂതന്റെ ഈ വാക്യങ്ങളൊക്കെ കേട്ടിട്ട് ഇന്ദ്രൻ പറഞ്ഞു, എന്തായാലും നീ ദൂതനായതുകൊണ്ട് നിന്നെ ഞാൻ കൊല്ലുന്നില്ല, ദൂതന്മാരെ കൊല്ലാൻ പാടില്ല. അതുകൊണ്ട് തിരിച്ചു പോയിട്ട് നിന്റെ രാജാവിനോട് പറയൂ, നിന്റെ അസുഖം എന്താണെന്ന് എനിക്ക് മനസ്സിലായി, നിന്റെ രോഗം എന്താണെന്ന് മനസ്സിലായി, അതിനുള്ള ഔഷധം തരാം എന്ന് പറയൂ. അപ്പൊ നിന്റെ ആ കൊമ്പൊക്കെ ഉണ്ടല്ലോ, മഹിഷനാണല്ലോ, ആ കൊമ്പിന്റെ ഒക്കെ ബലത്തിലാണല്ലോ നീ അഹങ്കരിക്കുന്നത്, അതൊക്കെ ഞാൻ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞ് ആ ദൂതനെ പറഞ്ഞേക്കാണ്. അങ്ങനെ ഈ ദൂതൻ പോയി ഇതാണ് ദേവേന്ദ്രൻ പറഞ്ഞത് എന്ന് പറയുന്ന സമയത്ത് മഹിഷനാകെ ദേഷ്യം വരുന്നു. ദേവേന്ദ്രനെയും മഹാവിഷ്ണുവിനെയൊക്കെ കുറെ കുറ്റം പറയുന്നു. മഹാവിഷ്ണു എന്ന് വെച്ചാൽ കപടനാണ്, ഓരോ ദിവസം ഓരോ തരത്തിലാണ് കാണുക. ചിലപ്പോൾ മത്സ്യത്തിന്റെ രൂപത്തിലായിരിക്കും,
ചിലപ്പോ കൂർമ്മത്തിന്റെ രൂപത്തിലായിരിക്കും, ചിലപ്പോ ആരും ഇതുവരെ കാണാത്ത പകുതി മനുഷ്യൻ പകുതി സിംഹം അങ്ങനെയൊക്കെ ആയിരിക്കും. എന്തായാലും ഈ വിഷ്ണു എന്ന് പറയുന്നതേ ആരാണ്? കപടനാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറെ അധിക്ഷേപിക്കുന്നു. എന്തായാലും ആ ദേവേന്ദ്രന്റെ അഹങ്കാരം അത് മനസ്സിലായി. ഞാനിതാ യുദ്ധം ചെയ്ത് ജയിക്കും എന്നൊക്കെ അഹങ്കരിക്കുകയാണ്. അപ്പൊ അതേ സമയത്ത് ദേവലോകത്ത് ഈ മഹിഷന്റെ ദൂതനൊക്കെ ഇങ്ങനെ വന്നു. ഇനി എന്ത് ചെയ്യണം എന്ന് ബൃഹസ്പതിയോട്, ഗുരുവായിട്ടുള്ള ബൃഹസ്പതിയോട് ദേവേന്ദ്രൻ ചോദിക്കുന്നു. അപ്പൊ ബൃഹസ്പതി വളരെ വലിയ ഒരു ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ബൃഹസ്പതി പറയുന്നത്, അപ്പൊ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ യുദ്ധം ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരാൾ യുദ്ധത്തിന് വന്ന് വിളിച്ചാൽ യുദ്ധം ചെയ്യണം. ഒരിക്കലും നമുക്ക് ഒളിച്ചോടി പോവാൻ കഴിയില്ല, അത് ഒരു വീരന് ഉചിതവുമല്ല. പക്ഷേ യുദ്ധം ചെയ്താൽ എന്ത് വരും, എന്താണ് സംഭവിക്കുക എന്നുള്ളത് അത് നമ്മുടെ വിധി പോലെ വരും. അതൊക്കെ കാലത്തിന് അധീനമാണ്. എല്ലാവരും കാലത്തിന് അധീനമാണ്. അപ്പോ എന്തുണ്ടാവും എന്നൊന്നും ഓർത്ത് ഭയപ്പെടേണ്ട കാര്യമില്ല. യുദ്ധാണെങ്കിൽ യുദ്ധം ചെയ്യുക. അങ്ങനെ കുറെ ഉപദേശങ്ങളൊക്കെ കാണാം ബൃഹസ്പതിയുടെ. ദൈവാധീനേതു സംസാരേ കാമം കാ പരിദേവന ഉദ്യമേ യോജയേന്നൂനം ഭവിതവ്യം സുരാധിപ. എല്ലാവരും ദൈവത്തിന് അധീനരാണ്. ദൈവം എന്നുള്ളതിന് വിധി എന്നും അർത്ഥമുണ്ട്. വിധിക്ക് അധീനരാണ് എല്ലാവരും. പക്ഷേ നമുക്ക് പ്രയത്നിക്കാതിരിക്കാൻ കഴിയില്ല. വിധി പോലെ വരട്ടെ എന്ന് വിചാരിച്ചിരിക്കാൻ കഴിയില്ല, നമ്മൾ പ്രയത്നിക്കണം. അപ്പോൾ പ്രയത്നത്തിന്റെ ഫലം എന്തെങ്കിലും ആവട്ടെ. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നും ആവില്ല, നമുക്ക് അനുകൂലാവില്ല. എന്തായാലും പ്രയത്നിക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. ഉദ്യമേ യോജയേത് നൂനം. നമ്മള് ആ പ്രയത്നവുമായിട്ട് യോജിക്കണം, പ്രയത്നം ചെയ്യണം, വരുന്നത് പോലെ വരട്ടെ. പ്രയത്നത്തെ വിധിയുമായിട്ട് യോജിപ്പിക്കുകയാണ് നമ്മൾ വേണ്ടത്. അല്ലാതെ ഈ എന്ത് വേണമെങ്കിലും വരട്ടെ, വരുന്നത് പോലെ വരട്ടെ എന്ന് വിചാരിച്ചൊരിക്കലും ഇരിക്കരുത്. ഇനി നമുക്ക് ദുഃഖം വന്നാലും സുഖം വന്നാലും രണ്ടിനെയും നമ്മൾ സ്വീകരിക്കണം. ദുഃഖദേ സുഖദേ വാപി തത്ര തൗ ന വിചിന്തയേത് ദുഃഖേ ദുഃഖാധികാൻ പശ്യേത് സുഖേ പശ്യേത് സുഖാധികാൻ. വളരെ നല്ലൊരു ഉപദേശമാണ് ബൃഹസ്പതി കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ദുഃഖം വന്നാലും സുഖം വന്നാലും ഒരിക്കലും അതിനെപ്പറ്റി കൂടുതലായിട്ട് ചിന്തിച്ച് ആകെ വിഷമിച്ചിരിക്കരുത്. ദുഃഖം വരുമ്പോ നമ്മളെക്കാൾ കൂടുതൽ ദുഃഖമുള്ളവരെ പറ്റി ചിന്തിക്കുക, അവരെ നോക്കുക. സുഖം വരുമ്പോഴോ അതുപോലെ തന്നെ നമ്മളെക്കാൾ സുഖമുള്ളവരെ നോക്കുക. ഇപ്പൊ എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നമുക്ക് ദുഃഖം വരുന്ന സമയത്ത് എന്തിനാണ് നമ്മളെക്കാൾ ദുഃഖമുള്ളവരെ പറ്റി നമ്മൾ ചിന്തിക്കുന്നത്? പലപ്പോഴും നമുക്ക് തോന്നും നമ്മളാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നവരെ എന്നൊക്കെ തോന്നും. ഇതുപോലെ ഒരു സങ്കടം ആർക്കും വന്നിട്ടുണ്ടാവില്ല, ഇതുപോലൊരു വിധി വേറെ ആർക്കും ഉണ്ടാവില്ല എന്നൊക്കെ തോന്നും. അങ്ങനെ തോന്നുന്ന സമയത്ത് നമ്മളെക്കാൾ ദുഃഖിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റിലും ഉണ്ടാവും. അവരെ പറ്റി ചിന്തിക്കുക. അത്രയ്ക്കൊന്നും നമുക്ക് വന്നില്ലല്ലോ എന്ന് ആലോചിക്കുക. അങ്ങനെ ആലോചിക്കുന്ന സമയത്ത് നമ്മുടെ ദുഃഖം അത്രയ്ക്കൊന്നും സാരമില്ല, നിസ്സാരമായിട്ട്, ഇതുവരെ വിചാരിച്ചതിനേക്കാൾ നിസ്സാരമായിട്ട് നമുക്ക് തോന്നും. അങ്ങനെ ആശ്വസിക്കുക. ഇനി സുഖം വരുമ്പോ എന്തിനാണ് കൂടുതൽ സുഖമുള്ളവരെ പറ്റി ചിന്തിക്കുന്നത്? നമുക്ക് സുഖം കൂടുതൽ വരുമ്പോ അഹങ്കാരം ഉണ്ടാവും. അപ്പൊ എനിക്ക് അതുണ്ട്, എനിക്കിതുണ്ട്, എനിക്ക് അത്ര സമ്പത്തുണ്ട്, എനിക്ക് ഇത്ര യോഗ്യതയുണ്ട്, ഇങ്ങനെ അഹങ്കാരം വരാൻ സാധ്യത ഉണ്ട്. അപ്പൊ ആ അഹങ്കാരം ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യണം? ഇതിനേക്കാൾ സമ്പത്തുള്ളവര്, അപ്പൊ എന്റെ സമ്പത്തൊന്നും ഒന്നുമല്ല, ഇതിനേക്കാൾ സമ്പന്നര് വേറെയും ഉണ്ട്, എന്റെ യോഗ്യതകളൊന്നും ഒന്നുമല്ല. ഇപ്പൊ വേറൊരാളെ പറ്റി അയാളുടെ യോഗ്യത വെച്ച് നോക്കുമ്പോ ഇതൊക്കെ നിസ്സാരം. ഇപ്പൊ എന്റെ അറിവിൽ എപ്പോഴെങ്കിലും എനിക്ക് കൂടുതൽ അഹങ്കാരം തോന്നുകയാണെങ്കിൽ ഇപ്പൊ അതിനേക്കാൾ പണ്ഡിതനായിട്ടുള്ള ഒരാളെ നോക്കുക, അയാളുടെ അറിവൊക്കെ വെച്ച് നോക്കുമ്പോ ഇതെന്ത്? ഇങ്ങനെ എന്തിനെ പറ്റിയാണോ നമുക്ക് അഹങ്കാരം തോന്നുന്നത്, അതായത് നമുക്ക് നല്ലതായിട്ട് സുഖമായിട്ട് തോന്നുന്നത്, അങ്ങനെ ഉള്ള അവസ്ഥയിൽ, അങ്ങനെ സുഖം വരുന്ന സമയത്ത് അതിനേക്കാൾ സുഖമുള്ളവരെ പറ്റി ചിന്തിക്കുക.
ഇതൊക്കെ നമുക്ക് ഈ നമ്മുടെ സാധാരണ ജീവിതത്തില്, ലൗകിക ജീവിതത്തില് പ്രായോഗികമാക്കാൻ പറ്റിയ കാര്യങ്ങളാണ്. പലപ്പോഴും നമുക്ക് ഈ സുഖത്തിലും ദുഃഖത്തിലും നമ്മൾ നേരെ തിരിച്ചിട്ടാണ് ചിന്തിക്കാറുള്ളത്. ഇപ്പൊ ദുഃഖം വരുന്ന സമയത്ത് നമ്മുടെ വിചാരം എന്നേക്കാൾ ദുഃഖമുള്ള ഒരാളും ഈ ലോകത്തിലില്ല എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. നമുക്ക് നമ്മുടെ ദുഃഖം വളരെ വലുതായിട്ട് തോന്നും. സുഖമുള്ളപ്പോഴും ഇപ്പൊ നമുക്ക് നല്ലത് കിട്ടിയാലും നമ്മൾ അതിൽ വല്ലാതെ അഹങ്കരിക്കും. അപ്പൊ രണ്ടും വേണ്ട. ദുഃഖേ ദുഃഖാധികാൻ പശ്യേത്, സുഖേ പശ്യേത് സുഖാധികാൻ. ഇങ്ങനെ സുഖം വന്നാലും ദുഃഖം വന്നാലും നമ്മൾ അതിന് അടിമയാവാൻ പാടില്ല. നമ്മുടെ മനസ്സിനെ ആ ധൈര്യം കൊണ്ട് നമ്മൾ കീഴടക്കണം, ധൈര്യം ഉണ്ടാവണം. അങ്ങനെ നമ്മൾ നമ്മുടെ ബുദ്ധിയെ, മനസ്സിനെ ഉറപ്പിച്ച് നിർത്തുകയാണെങ്കിൽ നമുക്ക് ഈ ദുഃഖങ്ങളൊന്നും നമ്മളെ ബാധിക്കുകയില്ല. അപ്പൊ സത്യം പറഞ്ഞാൽ ഈ ഞാൻ എന്നുള്ള ഒരു തത്വത്തിനെ ഇതൊന്നും ബാധിക്കുന്നില്ല. വിശപ്പ്, ദാഹമൊക്കെ എന്തിനാണ് ഉണ്ടാവുന്നത്? ശരീരത്തിനാണ് ഉണ്ടാവുന്നത്. പിന്നെ ശോകമോഹങ്ങളൊക്കെ മനസ്സിനാണ് ഉണ്ടാവുന്നത്. ഈ ശരീരം എന്ന് പറയുന്നതും മനസ്സ് എന്ന് പറയുന്നതും അതൊന്നും ഈ ഞാൻ എന്നുള്ള ആ തത്വം അല്ല. അതിനൊക്കെ അപ്പുറത്താണ് ഞാൻ എന്നുള്ള തത്വം. അതുകൊണ്ട് ഈ യുദ്ധം ചെയ്യുന്ന സമയത്ത് ചിലപ്പോ വിചാരിക്കാത്ത ദുഃഖം ഉണ്ടാവാം. ആ ദുഃഖത്തിനൊന്നും മനസ്സിനെ കീഴടക്കാൻ സമ്മതിക്കരുത്. അപ്പൊ മനസ്സിന് ആ സമയത്തൊക്കെ ധൈര്യം ഉണ്ടാവണം. മമത പരമം ദുഃഖം നിർമ്മമത്വം പരം സുഖം. ഇതെന്റെയാണ്. ഇപ്പൊ ഈ സ്വർഗരാജ്യം അതെന്റെയാണ്, ഈ അപ്സര സ്ത്രീകള് അതെന്റെയാണ്, ഇന്ദ്രൻ എന്നുള്ള വലിയ പദവി അതെന്റെയാണ് എന്ന് വിചാരിച്ചിട്ട് ഈ മമത എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖം. ഈ മമത എന്നുള്ളത് ഉപേക്ഷിച്ചാൽ അതാണ് സുഖം. നിർമ്മമത്വം പരം സുഖം. ഇതൊക്കെ ദേവേന്ദ്രനോട് മുൻകൂറായിട്ട് ഉപദേശിച്ചു കൊടുക്കുകയാണ്. കാരണം ബൃഹസ്പതിക്കറിയാം മഹിഷൻ വരൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുള്ള അസുരനാണ്. ചിലപ്പോൾ പരാജയം ഉണ്ടായേക്കാം. അപ്പൊ ആ പരാജയമായാലും വിജയമായാലും അതിനെ രണ്ടിനെയും ഉൾക്കൊള്ളണം എന്ന് ദേവേന്ദ്രനെ ഉപദേശിക്കുകയാണ്. അപ്പൊ ഇവിടെ നമുക്ക് യുദ്ധം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കർത്തവ്യം. നേരത്തെ പറഞ്ഞതുപോലെ പ്രയത്നം എന്നുള്ളത് അത് നമ്മുടെ കടമയാണ്. പ്രയത്നിക്കുക. വിധി എന്ത് വേണമെങ്കിലും ആവട്ടെ. ഒരിക്കലും നമുക്ക് എപ്പോഴും അനുകൂലാവണമെന്നൊന്നുമില്ല. അനുകൂലാവാം, പ്രതികൂലാവാം. അപ്പൊ ഫലത്തെപ്പറ്റി ചിന്തിക്കാതെ ഒരാള് യുദ്ധത്തിന് വന്ന് വിളിച്ചാൽ ആ യുദ്ധം ചെയ്യുക, നമ്മുടെ പ്രയത്നം അത് ചെയ്യാം. അങ്ങനെ എന്തായാലും യുദ്ധം ചെയ്യാം എന്ന് ഉപദേശിക്കുന്നു. അങ്ങനെ ദേവേന്ദ്രൻ ആ യുദ്ധത്തിനായിട്ട് ഒരുങ്ങുകയാണ്. എല്ലാ ദേവന്മാരോടും ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നു. യുദ്ധത്തിനായിട്ട് ഒരുങ്ങുന്നു. ആദ്യം ബ്രഹ്മലോകത്ത് പോയിട്ട് ബ്രഹ്മാവിനോട് ഈ കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കുകയാണ്. ബ്രഹ്മാവ് ദേവന്മാരെയൊക്കെ ചേർത്തുകൊണ്ട് കൈലാസത്തിലേക്ക് പോകുന്നു. അതാ കൈലാസത്തിൽ പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. അത് ഒരു സമ്പ്രദായമാണ്. ഇപ്പൊ നമ്മൾ ദേവന്മാരെ പറ്റി പറയുമ്പോൾ ദേവന്മാരുടെ നേതാവായിട്ട് ദേവേന്ദ്രനെ പറയും. ഇനി ദേവേന്ദ്രൻ ബ്രഹ്മാവിനോട് കൂടിയാണ് ഒരു കാര്യത്തിനായിട്ട് പുറപ്പെടുന്നതെങ്കിൽ അവിടെ നേതാവായിട്ട് ബ്രഹ്മാവിനെയാണ് പറയുക. പിന്നെ ശിവൻ ഉണ്ടെങ്കിൽ ആ ശിവനെയും ചേർത്തിട്ട്, പിന്നെ ത്രിമൂർത്തികൾ ഒരുമിച്ച് പോവുകയാണെങ്കിൽ ആ ത്രിമൂർത്തികളെ ഈ സൈന്യത്തിന്റെ നേതാക്കളായിട്ട് അങ്ങനെ പറയും. എന്തായാലും ആദ്യം കൈലാസത്തിലേക്ക് പോയി അവിടുന്ന് എല്ലാവരും ചേർന്ന് വൈകുണ്ഠത്തിലേക്ക് പോകുന്നു. അവിടെ മഹാവിഷ്ണുവിനെയും ചേർത്ത് എല്ലാവരും ത്രിമൂർത്തികൾ ഉൾപ്പെട്ട ആ ദേവസൈന്യം യുദ്ധം ചെയ്യാനായിട്ട് പോവുകയാണ്. അങ്ങനെ ഇവിടെ മഹിഷനും യുദ്ധത്തിനായിട്ട് ഒരുങ്ങുന്നു. മഹിഷന്റെ സേനാപതിയായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ചിക്ഷുരൻ എന്നുള്ള അസുരനുണ്ട്. ചിക്ഷുരൻ അതാ ആനപ്പുറത്തിരുന്നിട്ട് ദേവേന്ദ്രനുമായിട്ട് യുദ്ധം ചെയ്യാണ്. പിന്നീട് ബിഡാലനും ദേവേന്ദ്രനുമായിട്ട് യുദ്ധം. അങ്ങനെ വളരെ ഗംഭീരമായിട്ടുള്ള യുദ്ധമൊക്കെ ഇവിടെ വർണ്ണിക്കും. നമുക്ക് അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. കാരണം യുദ്ധം എന്ന് പറയുമ്പോൾ എല്ലായ്പ്പോഴും ധാരാളം ആയുധങ്ങള്, എന്താണ് അസ്ത്രം, ശസ്ത്രം, ബാണം, പരശു എന്നൊക്കെ പറഞ്ഞിട്ട് ആയുധങ്ങളെ പറ്റിയിട്ടും ഒക്കെ പറയും.
അതൊക്കെ നമ്മള് ഈ പുരാണങ്ങൾ വായിക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ നമുക്ക് അതിന്റെയൊക്കെ പേരുകൾ മനസ്സിലാവും. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ഈ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും പലതരത്തിലുള്ള ആയുധങ്ങള്, അതുപോലെ പലതരത്തിലുള്ള സംഗീതോപകരണങ്ങള്, പലതരത്തിലുള്ള വാദ്യങ്ങള്, ഇങ്ങനെ പല പ്രകാരത്തില് വർണ്ണിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പോ നാട്യശാസ്ത്രത്തിലൊക്കെ വാദ്യങ്ങളെ പല വിഭാഗങ്ങളായിട്ടൊക്കെ തിരിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങളെ പറ്റിയിട്ടൊക്കെ പഠിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ധാരാളം അതിനെപ്പറ്റി പറയാനുണ്ട്. ഇങ്ങനെ ആ പലതരത്തിലുള്ള യുദ്ധത്തെ പറ്റി വർണ്ണിക്കുന്നു. അങ്ങനെ ബിഡാലനും ഇന്ദ്രനും തമ്മിൽ ഘോരമായ യുദ്ധം നടക്കുന്ന സമയത്ത് തന്റെ സഹായത്തിനായിട്ട് ദേവേന്ദ്രൻ മകനായിട്ടുള്ള ജയന്തനെ വരുത്തുകയാണ്. അങ്ങനെ ആ ജയന്തന്റെ ബാണങ്ങളേറ്റിട്ട് ബിഡാലൻ തൽക്കാലം പരാജയപ്പെട്ട് അവിടുന്ന് ഓടിപ്പോവുകയാണ്. അങ്ങനെ അതിശക്തനായിട്ടുള്ള ഈ ബിഡാലൻ യുദ്ധരംഗത്ത് നിന്ന് ഓടി വന്നു എന്ന് കേട്ട സമയത്ത് ഈ മഹിഷനാകെ ദേഷ്യം വരുന്നു. മഹിഷൻ പിന്നീട് താമ്രൻ എന്നു പേരുള്ള ഒരു അസുരനെ യുദ്ധത്തിനായിട്ട് അയക്കുകയാണ്. ആ ഗംഭീരമായിട്ടുള്ള യുദ്ധത്തില് കുറച്ച് കഴിഞ്ഞ സമയത്ത് താമ്രനും വീണുപോകുന്നു. ഇങ്ങനെ അതിശക്തനായിട്ടുള്ള താമ്രനും വീണു എന്ന് കണ്ട സമയത്ത് മഹിഷൻ തന്നെ നേരിട്ട് പോയി ആ യുദ്ധക്കളത്തിൽ തന്റെ മായ പ്രയോഗിക്കുകയാണ്. ഈ അസുരന്മാർക്ക് മായ പ്രയോഗിക്കുക എന്നുള്ളത്, മായ എന്നുള്ളത് അവരുടെ ഒരു ശക്തിയാണ്. അവർക്ക് പലതരത്തിലുള്ള മായാപ്രയോഗങ്ങളുണ്ട്. രാമായണത്തില് രാവണനും ഇന്ദ്രജിത്തും ഒക്കെ അങ്ങനെ ആ മായാവിദ്യ കൊണ്ട് പലതും കാണിച്ചതായിട്ട് നമുക്ക് കാണാം. ഇവിടെ മഹിഷൻ എങ്ങനെയാണെന്ന് വെച്ചാല് ഒരു 100 തരത്തിലുള്ള ശരീരം സ്വീകരിച്ചിട്ട്, അതായത് 100 മഹിഷന്മാരുള്ളത് പോലെ തോന്നും. അങ്ങനെ ആ രീതിയിൽ പല പല ശരീരങ്ങളായിട്ടൊക്കെ യുദ്ധം ചെയ്യാണ്. ഇവിടെ അദ്ദേഹത്തിന്റെ മായയെ പറ്റി പറയുന്നത് മുനീനാമപി മോഹിനി എന്നാണ് പറയുന്നത്. ആ മായ എന്ന് പറയുന്നത് എല്ലാവരെയും, മുനികളെപ്പോലും മോഹിപ്പിക്കുന്നതായിരുന്നു. അങ്ങനെ ദേവന്മാർക്ക് ഈ മായയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവര് ത്രിമൂർത്തികളെ സ്മരിക്കുന്നു. മഹാവിഷ്ണു എത്തിയിട്ട് ആ സുദർശന ചക്രം കൊണ്ട് ഈ മായയെ ഇല്ലാതെയാക്കുന്നു. അങ്ങനെ അവിടെ ത്രിമൂർത്തികളും ചേർന്ന് ഗംഭീര യുദ്ധം നടക്കുകയാണ്. ദേവേന്ദ്രനും ബാഷ്കലൻ എന്നു പേരുള്ള ഒരു അസുരനും തമ്മില്, മഹിഷാസുരനും രുദ്രനും തമ്മില്, അന്ധകനും മഹാവിഷ്ണുവും തമ്മില് അങ്ങനെ വലിയ യുദ്ധം നടക്കുകയാണ്. മഹാവിഷ്ണു തന്റെ കൗമോദകി എന്നു പേരുള്ള ഗദ ഉപയോഗിച്ചിട്ട് ആ മഹിഷനെ അടിക്കുന്നു. അങ്ങനെ തൽക്കാലം ആ ഗംഭീര യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സന്ദർഭത്തില് ത്രിമൂർത്തികൾ പോലും തളർന്നു പോയി എന്ന് പറയാണ്. പിന്നീട് ഇതാ മഹിഷൻ അതുവരെ ആ മഹിഷരൂപത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ മായ കൊണ്ട് സിംഹരൂപം സ്വീകരിച്ചു. അപ്പൊ സിംഹത്തെ സുദർശനം കൊണ്ട് മഹാവിഷ്ണു ആക്രമിച്ച സമയത്ത് വീണ്ടും മഹിഷമാവുന്നു. ഇതിനെയാണ് ഈ മായ എന്ന് പറയുന്നത്. അങ്ങനെ പല പല രൂപത്തില് അദ്ദേഹം യുദ്ധം ചെയ്യാണ് മഹിഷൻ. ദേവന്മാർക്ക് ആകെ ഭയമായി. അവര് ബ്രഹ്മാവിന്റെ അടുത്തേക്ക് വീണ്ടും ഓടിച്ചെന്നു. ബ്രഹ്മാവിനോട് അപേക്ഷിക്കുകയാണ്, ഒരച്ഛൻ മക്കളെ രക്ഷിക്കുന്നത് പോലെ ഞങ്ങൾ രക്ഷിക്കണേ എന്നൊക്കെ ആകെ നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ബ്രഹ്മാവ് പറയുന്നു, അപ്പൊ ഇതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? മഹിഷന് വരം ഉണ്ട്, വരം കിട്ടിയിട്ടുണ്ട്, സ്ത്രീകൾ മാത്രമേ കൊല്ലാവൂ എന്നുള്ളത് പുരുഷന്മാർക്ക്, പുരുഷ ശരീരമുള്ളവർക്ക് സാധിക്കില്ല, വധിക്കാനൊന്നും സാധിക്കില്ല, വരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ദേവന്മാരെ കൂട്ടി കൈലാസത്തിലേക്ക് പോകുന്നു. കൈലാസത്തിൽ എത്തിയ സമയത്ത് അവിടെ പരമശിവൻ ചിരിച്ചുകൊണ്ട് ബ്രഹ്മാവിനോട് ചോദിക്കുകയാണ്, അങ്ങ് തന്നെയല്ലേ മഹിഷന് വരം കൊടുത്തത്, സ്ത്രീകൾ മാത്രമേ കൊല്ലാവൂ എന്നുള്ള വരം എന്നൊക്കെ ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു. എന്തായാലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് വൈകുണ്ഠത്തിലേക്ക് പോകുന്നു. അവിടെ ആ വൈകുണ്ഠത്തിന്റെ ഒക്കെ മനോഹരമായിട്ടുള്ള വർണ്ണനകളൊക്കെ കാണാം. അങ്ങനെ വൈകുണ്ഠത്തിലെത്തി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് മഹാവിഷ്ണു പറയാണ്, ഇവിടെ ഇരിക്കുന്ന ഈ എല്ലാ ദേവന്മാരുടെയും ത്രിമൂർത്തികളുടെയും ഒക്കെ തേജസ്സിൽ നിന്ന് ഉദ്ഭവിച്ച ആ ഒരു ശക്തിക്ക്, ആ ഒരു
തേജസ്സിന്, ആ ദേവിക്ക് മാത്രമേ ഈ മഹിഷനെ കൊല്ലാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ആ ദേവിയുടെ അവതാരം ഉണ്ടാവാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും ശക്തിയെ ഉൾക്കൊള്ളുന്ന ആ ഒരു അവതാരം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറയാണ്. പിന്നീട് ബ്രഹ്മാവിന്റെ മുഖത്ത് നിന്ന്, ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ബ്രഹ്മാവിന്റെ മുഖത്ത് നിന്ന് രക്തവർണ്ണത്തിലുള്ള ഒരു തേജസ് ഉണ്ടാകുന്നു. ഭഗവാൻ പരമശിവന്റെ മുഖത്ത് നിന്ന് വെള്ള നിറത്തിലുള്ള ഒരു തേജസ് ഉദ്ഭവിക്കുകയാണ്. മഹാവിഷ്ണുവിന്റെ മുഖത്ത് നിന്ന് നീല നിറത്തിലുള്ള തേജസ്. ഇങ്ങനെ എല്ലാ ദേവന്മാരുടെയും മുഖത്ത് നിന്നുള്ള ആ തേജപുഞ്ചങ്ങൾ കൂടിച്ചേർന്ന് ഒരു വളരെ മനോഹരമായിട്ടുള്ള, എന്നാൽ ഭീകരമായിട്ടുള്ള, എന്നാൽ സുന്ദരമായിട്ടുള്ള, എല്ലാം പറയാം നമുക്ക്, അങ്ങനെയുള്ള ഇതുവരെ കാണാത്ത രീതിയിലുള്ള തേജസ്സോടുകൂടിയ ഒരു രൂപം ഉണ്ടാവുകയാണ്. 18 കൈകളോടുകൂടിയ വളരെ സുന്ദരമായിട്ടുള്ള ഒരു രൂപം. ഇവിടെ കുറച്ചു കഴിഞ്ഞാൽ പറയും, ദേവന്മാർക്ക് വളരെ സുന്ദരമായിട്ട് തോന്നി, എന്നാൽ അസുരന്മാർക്കോ പേടിപ്പെടുത്തുന്നതായിട്ട് തോന്നും. അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് എന്തും പറയാം. ഇപ്പൊ നരസിംഹാവതാരം പറയുന്ന സമയത്ത് പറയും, എല്ലാവർക്കും ഭഗവാന്റെ മുഖത്ത് നോക്കാൻ പേടിയായിരുന്നു, അടുത്തേക്ക് പോവാൻ പേടിയായിരുന്നു. എന്നാൽ പ്രഹ്ലാദന് തോന്നിയിട്ടുള്ളത് വളരെ സുന്ദരമായിട്ടാണ് തോന്നിയത്. പ്രഹ്ലാദന് യാതൊരു ഭയവും ഉണ്ടായില്ല. അപ്പൊ ഇവിടെ ദേവന്മാർക്കൊക്കെ ആശ്വാസമായിട്ട് 18 കൈകളോട് കൂടിയിട്ടുള്ള ഒരു വളരെ സുന്ദരമായിട്ടുള്ള ഒരു സ്ത്രീ രൂപത്തിലുള്ള ആ ദേവി അവിടെ ആവിർഭവിച്ചു. അപ്പൊ അതൊന്നുകൂടി വിസ്തരിച്ച് പറയാൻ രാജാവ് ആവശ്യപ്പെടുന്നു. അപ്പൊ ഇവിടെ വ്യാസഭഗവാൻ പറയാണ്, ഒരു നടൻ പല പല രൂപങ്ങള് സ്വീകരിക്കാറുണ്ട്. ഒരു വേദിയിൽ അദ്ദേഹം ഒരു യാചകനാവും, ഇനി 1 മണിക്കൂർ കഴിഞ്ഞാൽ അടുത്ത വേദിയിൽ അദ്ദേഹം രാജാവായിരിക്കും, വീണ്ടും അടുത്ത വേദിയിൽ അദ്ദേഹം ഒരു സാധാരണ ഒരു ഉദ്യോഗസ്ഥനായിരിക്കും, അടുത്ത വേദിയിൽ ഇദ്ദേഹം പോലീസായിരിക്കും. ഇങ്ങനെ ഒരു നടൻ തന്നെ പല 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 വേഷങ്ങള് അണിയാറുണ്ട്. അതുപോലെ യഥാർത്ഥത്തിൽ അരൂപയായിട്ടുള്ള ദേവി, അപ്പൊ ദേവിയുടെ രൂപം എന്താണ് എന്ന് ചോദിച്ചാൽ ആർക്കും പറയാൻ കഴിയില്ല, അരൂപയാണ്. ഇങ്ങനെ അരൂപയായിട്ടുള്ള ദേവി ഓരോ സന്ദർഭങ്ങളിൽ ഭക്തന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ രൂപങ്ങൾ സ്വീകരിക്കുകയാണ്. ഇങ്ങനെ ഇവിടെ ഇതാ ഈ 18 കൈകളോടുകൂടി എല്ലാവരുടെയും തേജസ് ഉൾക്കൊണ്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള ആ ദേവി ഇവിടെ ആവിർഭവിച്ചു. ദേവിക്ക് എല്ലാ ദേവന്മാരും പലതരത്തിലുള്ള ആയുധങ്ങള്, ആഭരണങ്ങളൊക്കെ കൊടുക്കുകയാണ്. സിംഹത്തെ വാഹനമായിട്ട് സ്വീകരിച്ചു. മഹാവിഷ്ണു തന്റെ ചക്രായുധം ദേവിക്ക് കൊടുക്കുന്നു, പരമശിവൻ തന്റെ ശൂലം കൊടുക്കുന്നു, വരുണൻ ശംഖം കൊടുക്കുന്നു, ഇന്ദ്രൻ തന്റെ വജ്രായുധത്തിൽ പോലെ വേറൊരു വജ്രായുധം സമ്മാനിക്കുകയാണ്, ബ്രഹ്മാവ് ഗംഗാജലം നിറച്ച കമണ്ടലു കൊടുത്തു. ഇങ്ങനെ എല്ലാ ദേവന്മാരും ആ ശക്തിയെ സ്തുതിക്കാൻ തുടങ്ങി. നമ ശിവായൈ കല്യാണൈ ശാന്തിയൈ തുഷ്ടൈ നമോ നമ, ഞങ്ങൾക്കൊക്കെ മംഗളം ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് അവതരിച്ച ദേവി നമസ്കാരം എന്ന് പറഞ്ഞ് ദേവിയെ സ്തുതിക്കുന്നു. ദേവി എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് വളരെ മനോഹരമായിട്ട് പുഞ്ചിരിക്കുകയാണ്. എന്നാൽ ആ ചിരി ദേവന്മാർക്ക് വളരെ സന്തോഷമുണ്ടാക്കുന്ന ആ ചിരി കഴിഞ്ഞ ഉടനെ എല്ലാ അസുരന്മാരെയും പേടിപ്പിച്ചുകൊണ്ട് ഞെട്ടിച്ചുകൊണ്ട് വലിയ ഒരു ശബ്ദം, വലിയൊരു അട്ടഹാസം. ഒരേ സമയത്ത് തന്നെയാണ് ദേവന്മാരെ സന്തോഷിപ്പിക്കുന്ന ആ മന്ദഹാസവും അതുപോലെ അസുരന്മാരെ മുഴുവൻ വിറപ്പിക്കുന്ന ആ വലിയ അട്ടഹാസവും ഉണ്ടാവുകയാണ്. ഈ വലിയ ഒരു ശബ്ദം കേട്ട സമയത്ത് അതെന്താണ് എന്നറിയാൻ വേണ്ടിയിട്ട് മഹിഷൻ ദൂതന്മാരെ അയക്കുന്നു. മഹിഷൻ പറയുകയാണ്, ദേവന്മാരൊന്നും ഇങ്ങനെ ചിരിക്കാൻ സാധ്യതയില്ല, കാരണം അവരെല്ലാം എൻ്റെ കീഴിൽ എൻ്റെ ദാസന്മാരായിട്ട് പേടിച്ച് വിറച്ചിരിക്കുകയാണ്. ആരാണ് ഇത്രയ്ക്ക് ധൈര്യത്തിൽ ഇങ്ങനെ അട്ടഹസിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി ദൂതന്മാരെ അയക്കുന്നു. ദൂതന്മാർ ഈ ശബ്ദത്തിന്റെ ആ ഉദ്ഭവസ്ഥാനത്ത് പോയി നോക്കിയ സമയത്ത് ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു
അത്ഭുതകരമായിട്ടുള്ള ഒരു രൂപത്തെയാണ് കാണുന്നത്. അവര് വന്ന് പറയാണ്, ശൃംഗാര വീരഹാസാഠ്യ രൗദ്ര അത്ഭുതരസാന്വിത ദൃഷ്ടൈവം വിധാ നാരീം അസംഭാഷ്യ സമാഗത. അപ്പൊ എന്തൊക്കെയാണ് ഈ ഒരു സ്ത്രീ രൂപത്തിലുള്ളത് എന്ന് ചോദിച്ചാൽ എല്ലാ രസവും ഉണ്ട് എന്ന് പറയാം. ചിലപ്പോ ശൃംഗാരാണെന്ന് തോന്നും, ചിലപ്പോ തോന്നും വീരമാണെന്ന്, ചിലപ്പോ ഹാസ്യാണെന്ന് തോന്നും, ചിലപ്പോ രൗദ്രമായിട്ട് തോന്നും, ചിലപ്പോ അത്ഭുതമായിട്ട് തോന്നും. എന്തായാലും ഇങ്ങനെയുള്ള ഇതൊക്കെ കൂടി ചേർന്ന ഒരു സ്ത്രീ രൂപത്തെയാണ് ഞങ്ങൾ കണ്ടത്. ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു ശേഷി ഉണ്ടായില്ല, സംസാരിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടായില്ല. ഇങ്ങനെ ഒന്നും പറയാതെ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പൊ വീണ്ടും ദൂതന്മാരെ വിടുന്നു മഹിഷൻ. ഇതാരാണ്, എന്തിനാണ് വന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ദൂതന്മാരെ വിടുന്നു. ദൂതന്മാര് പോയി ചോദിച്ച സമയത്ത് ദേവി സത്യം പറയുകയാണ്. ഇതാ ഞാൻ വന്നിരിക്കുന്നത് മന്ത്രിവര്യ സുരാണാം വൈ ജനനീം വിദ്ധിമാം കില. ഞാൻ ദേവന്മാരുടെയൊക്കെ മാതാവാണ്. മഹാലക്ഷ്മീമിതി ഖ്യാതാം, മഹാലക്ഷ്മി എന്ന് എന്നെ പറയും. സർവ ദൈത്യനിഷൂദിനി, എല്ലാ ദൈത്യന്മാരെയും കൊല്ലാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്രാർത്ഥിതാഹം സുരൈ സർവൈർ മഹിഷസ്യ വധായച്ച, മഹിഷാസുരനെ വധിക്കാൻ വേണ്ടിയിട്ട് ദേവന്മാർ പ്രാർത്ഥിച്ചതനുസരിച്ചിട്ടാണ് ഞാൻ വന്നത്. ഈ ദാനവേന്ദ്രനായിട്ടുള്ള ഈ അസുരനാൽ പീഡിക്കപ്പെടുന്ന ദേവന്മാര് അവര് പ്രാർത്ഥിച്ചതനുസരിച്ചിട്ടാണ് വന്നത്. അപ്പൊ സത്യം തന്നെ ദേവി ആദ്യം പറയുന്നുണ്ട്. എന്നിട്ട് മഹിഷന് രക്ഷപ്പെടാൻ പറ്റുമോ? അതില്ല. നമ്മൾ ഇന്നലെ കേട്ട കഥയില്, കംസന്റെ കഥയില്, കംസന് എത്ര മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. ഈ 8 കുട്ടികളും ഉണ്ടാവുന്നതിന് മുമ്പ് അച്ഛനമ്മമാരുടെ വിവാഹ സമയത്ത് മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ട്, ഈ ദമ്പതികളുടെ 8ാമത്തെ മകൻ വധിക്കും എന്നുള്ളത്. അപ്പം നമുക്ക് ഒരു മുന്നറിയിപ്പ് കിട്ടി, അപകടമുണ്ട് എന്ന് അറിഞ്ഞു എന്നതുകൊണ്ട് മാത്രം രക്ഷപ്പെടാനൊന്നും കഴിയില്ല. അപ്പൊ ദേവി ഇവിടെ സത്യം പറഞ്ഞു, ഇതാ ഞാൻ വധിക്കാനായിട്ട് വന്നതാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാണ്, ഈ മഹിഷാസുരന് ഇനിയും ജീവിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഈ സ്വർഗമൊക്കെ വിട്ട്, ഈ ലോകങ്ങളൊക്കെ വിട്ട് പാതാളത്തിലേക്ക് പോയിക്കൊള്ളൂ, അവിടെ നല്ല സുഖമായിട്ട് താമസിച്ചോളൂ. ഇനി ആ പാതാളത്തിലേക്ക് പോവാൻ ഒരുക്കമല്ലെങ്കിൽ എന്നോട് യുദ്ധം ചെയ്യൂ. കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. രക്ഷപ്പെടാൻ മഹിഷനൊരു അവസരവും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ പറഞ്ഞത് കേട്ട് ഈ ലോകങ്ങളൊക്കെ ഉപേക്ഷിച്ച് പാതാളത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ ജീവൻ ഒരു ആപത്തും വരില്ലായിരുന്നു, മരിക്കില്ലായിരുന്നു. പക്ഷേ ഇതൊന്നും അനുസരിച്ചില്ല. അപ്പൊ നമുക്ക് ഭഗവാൻ ദേവി പലതരത്തിലുള്ള അവസരങ്ങൾ തരാറുണ്ട്, രക്ഷപ്പെടാനുള്ള വഴികൾ തരാറുണ്ട്. പലപ്പോഴും നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. ഇങ്ങനെ പറയാണ് മഹിഷനോട് ദേവി, രക്ഷപ്പെടാൻ പറയൂ. അപ്പൊ ഇത് കേട്ടിട്ട് മന്ത്രിയോടാണ് പറയുന്നത്, മന്ത്രി മുഖാന്തരാണ് മഹിഷനോട് പറയുന്നത്. ഇത് കേട്ടിട്ട് മന്ത്രിക്കാകെ ഒരു തമാശയായിട്ടാണ് തോന്നിയത്. നീ യുദ്ധം ചെയ്യാനോ? ഒരു സ്ത്രീ ആയിട്ടുള്ള നീ എങ്ങനെയാണ് മഹിഷനോട് യുദ്ധം ചെയ്യുക? നിനക്ക് ഇപ്പൊ നിന്നോട് യുദ്ധം ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു ആന ഒരു പൂ ചവിട്ടി അരയ്ക്കുന്നത് പോലെ ഉള്ളൂ മഹിഷൻ നിന്നോട് യുദ്ധം ചെയ്യുക എന്ന് വെച്ചാൽ. ഇങ്ങനെ എന്തായാലും മഹിഷൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ ഇതൊരു സ്ത്രീ ആയതുകൊണ്ട്, സുന്ദരി ആയതുകൊണ്ട് അവളെ മുഷിപ്പിച്ചിട്ട് വരരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഞാൻ നിന്നെ ഒന്നും ചെയ്യുന്നില്ല എന്നും പറഞ്ഞ് പോവുകയാണ് മന്ത്രി. മന്ത്രി ചെന്ന് ഇത് അതേപോലെ മഹിഷനോട് പറയുന്നു, ആ സുന്ദരി ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയാണ്. അപ്പൊ ഇത് കേട്ടപ്പോ മഹിഷൻ ഒന്ന് ആലോചിച്ചു. എന്തായാലും ഈ പോയവരിൽ നിന്ന്, ദൂതനിൽ നിന്നും മന്ത്രിമാരിൽ നിന്നൊക്കെ ഈ കാണപ്പെട്ട സ്ത്രീ വളരെ സുന്ദരിയാണ് എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവള് സമ്മതിക്കുകയാണെങ്കിൽ വിവാഹം ചെയ്യാം എന്നൊക്കെയുള്ള ഒരു ചിന്ത കൂടി ഉണ്ട്. എന്തായാലും എല്ലാ മന്ത്രിമാരെയും വിളിച്ചിട്ട് എല്ലാവരെയും വിളിച്ച് ആലോചിക്കുകയാണ്, ഇനി എന്ത് ചെയ്യണം. ഇങ്ങനെ ഒരു സ്ത്രീ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ എല്ലാവരെയും വിളിച്ച് ചോദിച്ച സമയത്ത് പലരും പല അഭിപ്രായങ്ങൾ പറയുകയാണ്. ഒരാള് പറയുന്നു, അത് വെറും ഒരു സ്ത്രീ, അങ്ങ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഈ ദേവന്മാരെയൊക്കെ ജയിച്ച അങ്ങേക്ക് ഒരു സുന്ദരിയോട് എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. ഇനി വേറൊരാള് ദുർധരൻ പറയാണ്, അവൾക്ക് ശരിക്ക് അങ്ങേ വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് അവള് നേരിട്ട് അത് പറയാതെ
അങ്ങ് അവിടെ ചെന്ന് അവളെ കീഴടക്കി എന്ന് വെച്ചാൽ യുദ്ധം ചെയ്ത് കീഴടക്കി എന്നൊന്നും അല്ല അർത്ഥം. അവൾ ഉദ്ദേശിക്കുന്നത് അങ്ങ് അവളെ അവിടെ ചെന്ന് അവളെ ആ സ്നേഹം കൊണ്ട് കീഴടക്കി ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറയാണ്. അപ്പൊ ഈ വിനാശകാലം വരുന്ന സമയത്ത് നമ്മൾ എങ്ങനെയൊക്കെ ഏതൊക്കെ തരത്തിൽ നമ്മൾ വഴിമാറി ചിന്തിക്കാം എന്നാണ് കാണിക്കുന്നത്. അങ്ങനെ വേറൊരാള് പറയുന്നു ഇത് എന്തോ അപകടമാണ് എന്നാണ് തോന്നുന്നത്. കാരണം ഇങ്ങനെ ഒരു സുന്ദരി വന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കാന്ന് പറഞ്ഞാൽ ഇത്ര ധൈര്യത്തോടെ സംസാരിക്കാന്നൊന്നും പറഞ്ഞാൽ മുമ്പ് കേട്ടിട്ടില്ല. ഇങ്ങനെ പല പല അഭിപ്രായങ്ങൾ പറയാണ്. എന്തായാലും ഇതൊക്കെ കേട്ടതിന് ശേഷം മഹിഷൻ താമ്രനെ അയക്കുന്നു. അങ്ങ് പോയിട്ട് ഒന്നുകൂടി പറയൂ, അവളോട് കാര്യങ്ങൾ പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ട് വരൂ. ഇനി അവള് യുദ്ധത്തിന് ഒരുങ്ങുകയാണെങ്കിൽ യുദ്ധം ചെയ്തിട്ട് അവളെ തോൽപ്പിച്ച് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരൂ എന്ന് പറഞ്ഞിട്ട് താമ്രനെ അയക്കുകയാണ്. അങ്ങനെ താമ്രൻ പോയി വീണ്ടും മുമ്പ് മന്ത്രി പോയി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും പറയുന്നു. നിനക്ക് ഈ ലോകത്തിലെ എല്ലാ സുഖങ്ങളും അനുഭവിക്കാൻ കഴിയും ആ മഹിഷന്റെ ഭാര്യയായി തീർന്നാൽ. അതുകൊണ്ട് മഹിഷനെ വിവാഹം കഴിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. ഇത് കേട്ട് ദേവി ആകെ ദേഷ്യപ്പെട്ട് ഗർജിക്കുന്നു. ഞാനൊരു മഹിഷനെ വിവാഹം കഴിക്കാനോ എന്നൊക്കെ പറഞ്ഞിട്ട്, ഞാൻ ദേവന്മാരെ പോലും സ്വീകരിക്കാത്ത ആളാണ് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. ആ ദേവിയുടെ ഒരു അട്ടഹാസം കേട്ടപ്പോ തന്നെ യുദ്ധത്തിനായിട്ട് ഒരുങ്ങിപ്പോയ ആ താമ്രൻ ഓടി പോവുകയാണ് ചെയ്തത്. അങ്ങനെ വീണ്ടും തിരിച്ച് ഓടിപ്പോയിട്ടുള്ള താമ്രൻ വീണ്ടും അവിടെ കൂടിയാലോചനകളൊക്കെ നടക്കുകയാണ്. പതിവ് പോലെ പല പല അഭിപ്രായങ്ങൾ ഉണ്ടാവുന്നു. എന്തായാലും ദുർമുഖൻ എന്നും ബാഷ്കളൻ എന്നൊക്കെയുള്ള മന്ത്രിമാര് പറയുകയാണ്, ഇതാ ഞങ്ങൾ അവളുമായിട്ട് യുദ്ധം ചെയ്യാൻ ഒരുക്കാണ്, ഞങ്ങൾ വളരെ നിഷ്പ്രയാസം അവളെ തോൽപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരും എന്ന് പറയാണ് മഹിഷാസുരനോട്. അങ്ങനെ 12 അധ്യായങ്ങള് ഇങ്ങനെയാണ്, ഈ രീതിയിലാണ് പോകുന്നത്. മഹിഷാസുരന്റെ കഥ ഇനിയും കുറച്ച് അധ്യായങ്ങളിലായിട്ടുണ്ട്. അപ്പൊ സമയം കുറച്ച് വൈകിട്ടുണ്ട്, 10 മിനിറ്റ് വൈകിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു കഥ, ഇത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ചരിത്രമാണ്, നമുക്ക് നാളെ തുടരാം. എല്ലാവർക്കും നമസ്കാരം. അമ്മേ നാരായണ. നന്ദി പ്രകാശനായി നാരായണൻ താഴെങ്കളത്തെ. നമസ്കാരം. അഖില കേരള തന്ത്രി സമാജം ഉത്തരമേഖലയും താന്ത്രിക വൈദിക പഠന ഗവേഷണ കേന്ദ്രവും ചേർന്ന് നടത്തുന്ന വൈശാഖ മാസാചരണത്തിൻ്റെ 9ാം ദിനമായ ഇന്ന് പ്രഭാഷണം നടത്തിയ ശ്രീമതി ഉമാ വൈപ്രത്തിനും പങ്കെടുത്ത എല്ലാവർക്കും തന്ത്രി സമാജത്തിൻ്റെയും TVSRCയുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവരുടെയും സാന്നിധ്യം കേൾക്കുന്നില്ലേ? എല്ലാവരുടെയും സാന്നിധ്യം വരും ദിവസങ്ങളിൽ ഉണ്ടാകണമെന്ന് താല്പര്യപ്പെടുന്നു. നമസ്കാരം.